നമസ്കാരം. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ്റെ നവമാധ്യമ സർഗവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രമുഖരായ 3 നർത്തകിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം ഒരു പരമ്പരയായി ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്കൊപ്പം വിഖ്യാത മോഹിനിയാട്ട നർത്തകി ഡോക്ടർ നീന പ്രസാദാണ്. അധികം ആമുഖങ്ങൾ ആവശ്യമില്ല. മോഹിനിയാട്ടത്തെ ഇന്ന് നാം കാണുന്ന മോഹിനിയാട്ടമാക്കാൻ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വളരെ സുദൃഢമായ ഒരു ഇടം മറ്റ് കലാരൂപങ്ങൾക്കൊപ്പം മോഹിനിയാട്ടത്തിന് നേടിയെടുക്കുവാൻ വളരെ സധൈര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള നർത്തകി, ഗവേഷക, റൈറ്റർ, സ്പീക്കർ, അക്കാഡമീഷ്യൻ, ഗുരുനാഥ ഡോക്ടർ നീന പ്രസാദ് ടീച്ചറിനെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് എ റെയർ പ്രിവിലേജ് ഫോർ മീ ടു ഇൻ്റർവ്യൂ മൈ ഇല്ലസ്ട്രിയസ് ഗുരു ആൻഡ് ഐ താങ്ക് ഭാരത് ഭവൻ ഫോർ ദിസ് റെയർ ഓപ്പർച്യൂണിറ്റി. 2 ദശാബ്ദകാലങ്ങളായി ടീച്ചർ നിരന്തരമായ പഠനങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ, അരങ്ങിലും കളരിയിലുമുള്ള പരീക്ഷണങ്ങളിലൂടെ ഇന്ന് മോഹിനിയാട്ടത്തിൽ നിലവിലുള്ള സമ്പ്രദായങ്ങളെ, ശൈലികളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ സുദൃഢമായ ഒരു വ്യാകരണം മോഹിനിയാട്ടത്തിന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഓരോ അടവുകളെയും ഓരോ ചലനത്തെയും ഡീകൺസ്ട്രക്ട് ചെയ്ത് ഏറ്റവും അതിൻ്റെ മൈന്യൂട്ട് ലെവൽ, ഒരു മൈക്രോ ലെവൽ അനാലിസിസ് നടത്തി വളരെ ബൃഹത്തായ ഒരു വ്യാകരണമാണ് മോഹിനിയാട്ടത്തിന് നൽകിയിട്ടുള്ളത്. മോഹിനിയാട്ടത്തെ ഈ പഠനത്തിലേക്ക് ടീച്ചർ എങ്ങനെയാണ് എത്തിയത്? മോഹിനിയാട്ടത്തെ എത്രത്തോളം അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മോഹിനിയാട്ടത്തിന് സഹായിക്കും എന്നാണ് ടീച്ചർ കരുതുന്നത്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഭാരത് ഭവൻ്റെ ഈ നൃത്തസന്ധ്യ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാലൻ അവരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഭാരത് ഭവൻ ഡയറക്ടർ ശ്രീ പ്രമോദ് പയ്യന്നൂർ ഇവരെല്ലാവരും ചേർന്ന് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു പ്രേക്ഷകരുമായിട്ടുള്ള ഒരു സംവേദനം നടത്താൻ ഒരു അവസരമുണ്ടായത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയാണല്ലോ, പക്ഷേ ഒരു ഗൗരവമായിട്ടുള്ള ഒരു ടോക്ക് ഇവിടെ സംഘടിപ്പിച്ച് അതിൽ പങ്കെടുക്കാൻ എനിക്ക് ക്ഷണം കിട്ടിയതിൽ വളരെ സന്തോഷം. വിദ്യാശിഷ്യകൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ സന്തോഷമായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ മോഹിനിയാട്ടത്തിലേക്ക് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ശാരീരിക ഭാഷയിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10-15 വർഷത്തിലേറെയായി എൻ്റെ റിസർച്ചും കാര്യങ്ങളും എല്ലാം ആ രീതിയിൽ നിന്നിരുന്നു. അതിന് കാരണം മോഹിനിയാട്ടത്തിൽ ഒരു 90കളുടെ അവസാനമായിട്ടാണ് ഞാൻ മോഹിനിയാട്ടം ഒരു പ്രൊഫഷൻ, എൻ്റെ ഒരു ഇടമാണിത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് അതുവരെ ഉണ്ടായിരുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പഠനം എന്നുള്ളത് ഭരതനാട്യവും കുച്ചിപ്പുടിയുമാണ് മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. മദ്രാസിൽ അടയാർ ലക്ഷ്മൺ സാറിൻ്റെ കീഴിലും വേമ്പട്ടി ചിന്നസത്യം മാസ്റ്ററുടെ കീഴിലും പിന്നെ CV ചന്ദ്രശേഖർ സാറിൻ്റെ കീഴിലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കലയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു വ്യാകരണ ബോധം അത് കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാവർക്കുമുണ്ട്. സർവോപരി ഒരു ഭരതനാട്യത്തിൽ ഒരു ബാഡ് ഭരതനാട്യം അല്ലെങ്കിൽ ഒരു ഗുഡ് ഭരതനാട്യം അല്ലെങ്കിൽ ഗുഡ് പെർഫോമർ എന്നുള്ളതിനെ ഒരു കാഴ്ചയുടെ പരിചയത്തിലേക്ക് വന്നു കഴിഞ്ഞ കലാരൂപങ്ങളാണിത്. മോഹിനിയാട്ടത്തിൽ ഞാൻ ആരംഭിക്കുന്ന കാലത്തിന് കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. കാരണം എനിക്ക് മുൻപ് പോയ ഒരുപാട് നർത്തകിമാരില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഗുരുനാഥമാരായി പെർഫോം ചെയ്യുന്നവരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള അവരൊന്നും വളരെ ഫ്രീക്വൻ്റായിട്ട് വേദികളിൽ ഒരു അന്തർദേശീയ തലത്തിൽ അവരെ അങ്ങനെ കാണാറുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ശാരീരിക ഭാഷയിൽ വളരെ കാർക്കശ്യമായ ഒരു സ്വഭാവം ഞാൻ ചെയ്യുന്ന മോഹിനിയാട്ടത്തിലും ഉണ്ടാകണം ഉള്ളത് കൊണ്ടും പിന്നെ മോഹിനിയാട്ടത്തിൽ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതിന് ഒരു കൃത്യമായൊരു മെത്തഡോളജി, അതായത് മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചരിയുന്നത് ഇതുവരെ ചരിയണം, അങ്ങനെ ചരിയുമ്പോൾ ശരീരത്തിൻ്റെ അംഗ ഉപാംഗങ്ങളിൽ അല്ലെങ്കിൽ ലിംസ് ഒക്കെ നമ്മൾ എവിടെ എടുക്കണം, എത്ര കണ്ടെടുക്കണം എന്നുള്ള ഒരു വളരെ
കൃത്യമായ ഒരു സ്ട്രക്ചർ വേണമെന്ന് തോന്നി. അത് എൻ്റെ പെർഫോമൻസിലുള്ള കുറവ് തിരിച്ചറിയുകയും അത് മറ്റുള്ളവർ പറഞ്ഞ് അതിനെ ഞാൻ ഗൗരവമായി എടുക്കുകയും ചെയ്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരെണ്ണം പോയത്. അപ്പോൾ അവിടെയാണ് ഞാൻ സുന്ദി ടീച്ചറോട് പോയി, ടീച്ചർ ഇങ്ങനെ അല്ല, ഇനി കുറേ കൂടെ വേറൊരു രീതിയിൽ നമുക്ക് അതിനെ ചിട്ട ചെയ്തത്. ടീച്ചർ അതിന് വളരെ വളരെ പോസിറ്റീവായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുകയും, പിന്നെ ടീച്ചറിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അനുഭവം, എൻ്റെ തുച്ഛമായ അനുഭവമല്ല സുന്ദി ടീച്ചറിൻ്റെ അനുഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നിഷ്പ്രയാസം, അത് ഞാൻ ആലോചിക്കുകയാണ്, ഒരാഴ്ച കൊണ്ടാണ് അതിനെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ടീച്ചർ ചെയ്യുന്നത്. ഭാഗ്യവശാൽ സൗഗന്ധികയുടെ ഉദ്ഘാടനത്തിനൊക്കെ സമയത്ത് അതിന് ഒരു അല്പ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെ അതാണ് ആദ്യം നടന്നത്. പിന്നീട് ഞാൻ പോയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിനെ കുറേ കൂടെ ശാസ്ത്രീയമായ ഒരു സപ്പോർട്ട് കൊടുക്കുക. നമുക്കൊരു ഇപ്പം അഭിനയ ദർപ്പണം നമുക്കുണ്ട്, അതുപോലെ മോഹിനിയാട്ടത്തിന് ശരിക്കും ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഗ്രന്ഥമില്ല. ഇനി ആ ഗ്രന്ഥം ഉണ്ടാക്കാനുള്ള അത്രയും ജ്ഞാനം എനിക്കില്ല. പക്ഷേ മറ്റ് ട്രീറ്റൈസസ് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനകത്ത് റിസർച്ച് ചെയ്യുകയും ചെയ്ത ഒരു പരിചയം വച്ചുകൊണ്ട് മോഹിനിയാട്ടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നോമൻക്ലേച്ചറിലേക്ക് വരികയും അങ്ങനെയാണ് അതിന്. അത് പക്ഷേ പിന്നെയും വർഷങ്ങളെടുത്തുകൊണ്ടാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് അത് കുറേ കൂടെ എല്ലാവർക്കും ഒരു ഗ്ലോബലി അതൊരു ഭാഷയായി എനിക്കൊന്ന് പഠിപ്പിക്കാൻ. ഇപ്പം ഭരതനാട്യം പഠിപ്പിക്കുന്നത് പോലെ മോഹിനിയാട്ടം പഠിപ്പിക്കാനായിട്ട് കുറച്ചും കൂടെ അത് ഹെൽപ്പ് ചെയ്തു. തീർച്ചയായിട്ടും കൃത്യമാണല്ലോ അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമാണ്. പിന്നെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ ഓരോ മുദ്രകളും, ഓരോ ആന്തോളികകൾ, ഓരോ പാദഭേദങ്ങൾ, ഹസ്തരേചകങ്ങൾ, ഇതൊക്കെ കൃത്യമായി ഇന്ന് നിലനിൽക്കുന്ന, ഇന്ന് പ്രയോഗത്തിലുള്ള ഇത്തരം നുവാൻസസ് രേഖപ്പെടുത്തേണ്ട. അതിൽ ഒരുപക്ഷെ മോഹിനിയാട്ടക്കാർക്ക് താല്പര്യം തോന്നാവുന്ന ഒരു കാര്യമുണ്ട്. മോഹിനിയാട്ടത്തിലെ എൻ്റെ ഈ ശാരീരിക ചലനങ്ങളുടെ ഒരു പ്രധാന ത്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആന്തോളികകളിലാണ്. നമ്മൾ മോഹിനിയാട്ടം ലാസ്യമാണെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ലാസ്യമായി വരുന്നത്? ഒരു മോഹിനിയാട്ടത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ശാരീരിക ചലനങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് അതങ്ങനെ വർത്തുളമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനൊരു മറ്റൊരു ഭ്രമരി സ്വഭാവമുള്ളത് എന്നുള്ളത് കൃത്യമായി എന്തൊക്കെ ആന്തോളികകളാണ് എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായ അടവിലൂടെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. മറ്റ് ലാസ്യ നൃത്തരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ്, എന്താണ് മോഹിനിയാട്ടത്തിൽ ലാസ്യം എന്നുള്ളത്? ഇനി ഈ അടുത്തിടെ വന്ന ടീച്ചറിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു ഇൻ്റർവ്യൂവിൽ ടീച്ചർ പറയുകയുണ്ടായി, മോഹിനിയാട്ടത്തിൽ കച്ചേരി സമ്പ്രദായത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാനാണ്, അതായത് ടീച്ചറാണ് എന്നുള്ളത്. ടീച്ചർ വിശ്വസിക്കുന്ന ഒരു അരങ്ങു പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ടീച്ചറിന് സാധിച്ചു എന്നതിൽ അത്തരത്തിലത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എന്താ പറയുക, ഒരു അതിവാക്യമായി കണ്ടവരുണ്ട്. ടീച്ചർ ശരിക്കും എന്തുദ്ദേശിച്ചാണത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ അതിവാക്യം എന്ന് പറയുന്നത് തോന്നാവുന്ന ഒരു കാര്യം കച്ചേരിയുടെ ഉപജ്ഞാതാവ് ഞാനാണ്. അങ്ങനെയല്ല, ശരിക്കും കച്ചേരി എന്നുള്ളത് ഫോർമാറ്റായി കലാമണ്ഡലം അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രകടന ഒരു പദ്ധതിയാണ്. അതിന് മുൻപ് കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ തന്നെ അതിൻ്റെ കച്ചേരി സമ്പ്രദായമാണ്. ഞാൻ പറഞ്ഞത് ഇതല്ല, ഇത് രണ്ടും മോഹിനിയാട്ടം ഇങ്ങനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് മനഃപൂർവ്വം ഞാൻ ആ വാക്കിനെ ഉപയോഗിക്കുകയാണ്. ആ വാക്ക്, അതായത് മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നു എന്നുള്ളിടത്ത് മോഹിനിയാട്ട കച്ചേരി അവതരിപ്പിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നൃത്തം ചെയ്ത് വരുന്ന ഒരു കാലഘട്ടത്തിൽ മോഹിനിയാട്ടം ഏത് രീതിയിൽ എങ്ങനെ ആസ്വദിക്കപ്പെടണം എന്നുള്ളതിലൊരു സംശയം നിലനിന്നതാണ്. അത് പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഒരു മുഖജാലം ആയിരിക്കും അല്ലേ അടുത്തത് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ പല പദങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പദം ചെയ്തിരുന്നല്ലോ, അതല്ല പല പദങ്ങൾ ആടാമല്ലോ
ഇങ്ങനെയൊക്കെ പലതരം ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. അതെ അതെ, അതായത് മോഹിനിയാട്ട അവതരണ ക്രമത്തിനൊരു കച്ചേരി എന്നുള്ളൊരു പേര് നൽകാമോ എന്നുള്ളത് ആ സമയത്ത് വളരെ മോഹിനിയാട്ടം ആസ്വാദനം എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ മോഹിനിയാട്ടം എങ്ങനെയാണ് ആസ്വദിക്കപ്പെടേണ്ടത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആവുന്നിടത്താണ് ഒരു മോഹിനിയാട്ടക്കാരി വന്നാൽ, പ്രത്യേകിച്ച് ഈ ഒരു കച്ചേരി പദ്ധതി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഘടന, ഒരു സമ്പ്രദായം ഉണ്ടാകും. ആ സമ്പ്രദായം എന്നുള്ളതാണ് അത് ശരിക്കും എനിക്കൊരു എന്താ നമ്മുടെ ഒരു കോട്ട് പോലെ, ഒരു കവറിങ് കോട്ട് പോലെ, ഒരു രക്ഷാ കവചം പോലെ ഞാൻ ഉപയോഗിച്ച ഒന്നായിരുന്നു. എന്നാൽ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഇപ്പോൾ പറയാമെന്ന് തോന്നുന്നു. അതായത് ഇത് കലാമണ്ഡലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയല്ലേ ഈ കച്ചേരി? അതെ, അത് സവിശേഷമായിരുന്നത്. അതായത് നമ്മൾ ദക്ഷിണേന്ത്യൻ കർണാടക സംഗീത പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ കച്ചേരി സമ്പ്രദായം. അപ്പോൾ അതിനകത്ത് മറ്റ് സംശയങ്ങൾ അവിടെ ഇല്ല, ഇടം നിൽക്കുന്നില്ല. എന്നാൽ കച്ചേരി സമ്പ്രദായം എന്ന് പറയുന്നത് ഈ ക്രമം മാത്രമല്ല, ചൊൽക്കെട്ട് മുതൽ ഈ തില്ലാന വരെ അല്ലെങ്കിൽ ശ്ലോകം വരെ നിൽക്കുന്ന ഒരു ക്രമം മാത്രമല്ല, അതതിൻ്റെ ഒരു രീതിയാണ്. ഇനി കച്ചേരി സമ്പ്രദായത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണത്. അതായത് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ കർണാടക സംഗീതത്തിലാണല്ലോ കച്ചേരി എന്നുള്ള പദം ഉള്ളത്. അതുകൊണ്ട് അത് വെച്ചൊന്ന് ഞാൻ പറയാം. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അതായത് അരേക്കുടി രാമാനുജ അയ്യങ്കാർ അദ്ദേഹമാണ് ഇതിനൊരു കച്ചേരി ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് പാടുന്നത് പണ്ട് പല രാഗങ്ങൾ പാടും, അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ ഇതൊരു പെർഫോമിംഗ് ആർട്ടായിട്ട്, അതായത് നമ്മളെ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി ആസ്വാദകർ വരുന്നു. ആ ആസ്വാദകർ പല അഭിരുചികളുള്ളവരാണ്. അവർക്ക് വളരെ ഹാർഡ് കോർ ആസ്വാദകരുണ്ടാവാം, വളരെ ലൈറ്റായിട്ട് അവരവൻ്റെ ഇഷ്ടമുള്ള കുറച്ച് രാഗങ്ങൾ മാത്രം ആസ്വദിക്കുന്നവരുണ്ടാകും. അങ്ങനെ പല രീതിയിൽ ആസ്വാദനം നിലനിൽക്കുന്ന ഒരു ക്രീം ഓഫ് ആസ്വാദകരാണ് ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിനെ കാണാൻ വരുന്നത്. അപ്പം ആ രീതിയിൽ രൂപീകരിച്ച ഒന്നാണ് ഒരു സദ്യവട്ടത്തിൽ ഓരോ കറികൾക്കും ഓരോ സ്ഥാനമുള്ളതും സേവറീസ് ഉള്ളതുപോലെയാണ് ഈ ഒരു കച്ചേരിയുടെ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ചൊൽക്കെട്ട്, അപ്പം ആ രീതിയിൽ നമ്മൾ മോഹിനിയാട്ടത്തിൻ്റെ കച്ചേരിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന് ഉള്ളത് ഒരു ചോദ്യമാണ്. ഉദാഹരണത്തിന് ഒരു കച്ചേരി നമ്മൾ ആരംഭിക്കുമ്പോൾ ശരിക്കും കാണാൻ വരുന്നവർക്ക്, കേൾക്കാൻ വരുന്നവർക്ക് ഒരു ഉത്സാഹം, അതായത് ഇനിയുമുണ്ട് എന്ന് തോന്നുന്നത് ഒരു വളരെ മംഗളകരമായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത്തരത്തിലുള്ള രാഗങ്ങൾ, ഇപ്പോൾ കേദാരം, ഗംഭീരനാട്ട, നാട്ട, ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മളൊരു ഒരു മംഗളകരമായ ഒരു രീതിയിൽ തോന്നുന്ന രാഗങ്ങളുടെ ഒരു രീതിയിലാണ് നമ്മൾ കച്ചേരിയുടെ തുടക്കം കൊണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ചൊൽക്കെട്ടുകളെങ്കിൽ നമുക്ക് അങ്ങനെ വരണം. പിന്നെ അതിനുശേഷം വരുന്ന രാഗങ്ങളിലും ഈ കോൺട്രാസ്റ്റ് നിലനിർത്തണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മെയിൻ ചെയ്യുന്നു. സാധാരണ സംഗീത കച്ചേരികളിലെല്ലാം ഇപ്പോൾ ശുദ്ധമധ്യമം, പ്രതിമധ്യമം എന്നുള്ളത്, ശുദ്ധമധ്യമത്തിലുള്ള രാഗങ്ങളാണ് മെയിൻ. അതായത് ഇപ്പോൾ ശങ്കരാഭരണം, ചാരുകേശി പ്രധാനമായി പാടുന്ന രാഗങ്ങൾ. ഈ രാഗങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഉള്ള രാഗങ്ങളിലുള്ളതായിരിക്കണം നമ്മൾ അടുത്തത് പ്രതിമധ്യമ രാഗങ്ങൾ, ഇപ്പോൾ കല്യാണി. പക്ഷേ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു കാര്യം അതുപോലെ ഇപ്പം നമ്മുടെ വർണ്ണം, നമ്മൾ പദവർണ്ണം ചെയ്യുന്നു. ആ പദവർണ്ണം എന്നുള്ളത് ഒരു മെയിനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു മേളകർത്ത രാഗത്തിലോ അല്ലെങ്കിൽ അതുപോലെ നിൽക്കുന്ന ജന്യരാഗങ്ങൾ, ഇപ്പോൾ കാമ്പോജി, അങ്ങനെയുള്ള രാഗങ്ങൾ ആയാൽ അത് നന്നായിരിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിൽക്കും. ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ സിന്ധു ഭൈരവി, ദേശ, ബിഹാഗ്, കാപ്പി, എന്താ പറയുന്ന നമ്മുടെ ജോൺപുരി, ഇങ്ങനെയൊക്കെയുള്ള രാഗങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രാഗങ്ങളാണ്. ഈ രാഗങ്ങൾ എല്ലാ ക്ലാസ് ഓഫ് ആൾക്കാർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം ഒരു ചൊൽക്കെട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കച്ചേരിയിൽ ഇത് ആദ്യം പാടാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഇതിലപ്പുറം പിന്നെ ഒന്നും പോകാനില്ല ആസ്വാദനത. അപ്പം ഇതൊരു ബിൽഡിംഗ് ആണ്, നമ്മൾ ബിൽഡ് ചെയ്താണ് വരുന്നത്, അതുകൊണ്ടാണ് ഇത് കച്ചേരി ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാഗങ്ങളിൽ ഇപ്പം മെയിൻ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിദ്യാഭ്യാസം നമുക്ക് ഒരു വർണ്ണം അത്ര ശക്തിയുള്ള രാഗത്തിലല്ല, ചിലവരുടെ കയ്യിൽ അങ്ങനെയുള്ള ഒരു രാഗത്തിലുള്ളൊരു വർണ്ണം ഉണ്ടാവില്ല. ചിലപ്പോൾ വസന്ത ഭൈരവി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രാഗം, താനം, നിരവല്, സ്വരം ഇതൊക്കെ പാടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെൽപ്പുള്ള രാഗമല്ല. അപ്പോൾ ഇനി അഥവാ അങ്ങനെയുള്ളൊരു ഫീബിൾ രാഗത്തിലായിപ്പോയെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അതിനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു കൃതിയോ കുറച്ച് മുകളിലോട്ട് വെച്ച് കുറച്ച് ചിലർക്ക് എന്താ വെച്ചാൽ ഒരു തോടിയിൽ വർണ്ണം ചെയ്യും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹിന്ദോളമായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ തോടിയിൽ ജന്യമാണ് ഹിന്ദോളം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരേ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് കൊണ്ടാണ് ഈ ബോറടി വരുന്നത്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു റിസൈറ്റൽ ഫോം എന്ന നിലയിൽ മോഹിനിയാട്ടത്തിൽ തരണം ചെയ്യേണ്ട ചില പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണം എന്നെനിക്ക് തോന്നി. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ താളത്തിലുണ്ട്. താളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദിതാളം, മിശ്രജാപ്പ, രൂപകം ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഖണ്ഡജാപ്പ ഇങ്ങനെ. ഇതിൽ തന്നെ ആദിതാളമാണ് ഒരു 2-3 അടുത്ത് വന്നു പോകുന്നു എങ്കിൽ അതിൻ്റെ കാലം, അതിൻ്റെ അപ്പം ഇങ്ങനെ ഒരു പല കാര്യങ്ങളും ഉദ്ദേശിച്ച് വേണം ഒരു മോഹിനിയാട്ടത്തിൻ്റെ കച്ചേരിയെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ. ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാഗത്തിൽ മെയിൻ ആകുമ്പോൾ ഒരു മെയിനായിട്ട് പാടാൻ ഒരു സംഗീതജ്ഞന് സാധിക്കും. കുറച്ച് ഒന്ന് മനോധർമ്മത്തിൽ പാടാൻ പറ്റും. അതുപോലെ മൃദംഗം ഇരിക്കുകയാണെങ്കിൽ മൃദംഗത്തെ ഓരോ താളമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കുറച്ചുകൂടെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരേപോലെ മോഹിനിയാട്ടക്കാരികൾ ഇത് അറിയാറില്ല പലപ്പോഴും. അതായത് ഇതൊരു കോമ്പോസിറ്റ് ആർട്ടാണെന്നുള്ളത്. അതെ ഇത് മാത്രമല്ല, എല്ലായിടത്തുനിന്നും മനോധർമ്മങ്ങൾ ചേരുകയും വേണം. അപ്പോഴാണ് അതൊരു കച്ചേരിയായി കൊഴുത്തു വരുന്നത്. എപ്പോഴും എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടാണ്. എനിക്കറിയാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്, എങ്കിലും എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. പലപ്പോഴും പെർഫോമൻസസ് സംഭവിക്കുന്ന ആ പെർഫോമൻസ് തുടങ്ങാൻ പോകുമ്പോഴത്തേക്കായിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്നായിരിക്കും അടുത്തത് ഇന്നമാണെന്ന് തീരുമാനിച്ച്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചാൽ ഒരു ഇനം അവിടെ ചിലപ്പോൾ നന്നാവില്ല എന്ന് തോന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മാറ്റാറുണ്ട്. അത് പലതും അവിടെ കണ്ടതുപോലെ, പിന്നെ ഇത്രയും എക്സ്പീരിയൻസ് ആയല്ലോ, അതുകൊണ്ട് തന്നെ അപ്പം അത് സം സോർട്ട് ഓഫ് ത്രിൽ, എക്സ്പെരിമെന്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ പദങ്ങൾ പോലെയുള്ള സാധനങ്ങൾ ആ സമയത്ത് ടീച്ചർ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ എക്സ്ട്രാ ഒരു ഫ്ലേവർ അതിന് കൊടുത്ത്. അതെന്താ അറിയോ, നമ്മളിപ്പോൾ ഈ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ഒരു ശൃംഗാര പദം അത് വളരെ ഗംഭീരമായി അങ്ങ് ചെയ്തു. സൗന്ദര്യ ടീച്ചർ കമ്പോസ് ചെയ്ത ചാരുകേശവർണ്ണം അത് വളരെ നന്നായി എല്ലാവരും നല്ല പ്രേക്ഷകർ അങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇനി ഇതിൽ നിന്ന് എനിക്ക് അതിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാനൊരു അഷ്ടപതിക്ക് ഞാൻ പോവില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വേറൊരു രീതിയിൽ അവരുടെ ഒരു രസന അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അത് വളരെ കൃത്യമായി ഒരു തോട്ട് പ്രോസസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ പലതരം വികാരങ്ങൾ വരണം. ഒരേ മോഡിലുള്ളത് ആയിപ്പോയാൽ ഇത് ബോറടിക്കും. അതുകൊണ്ട് പല ഫ്ലേവേഴ്സ് ഉള്ളതായിരിക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കൺസേർട്ട്. ടീച്ചർ ഇത്രയധികം സ്ട്രോങ് ആയിട്ട് കർണാടക സംഗീത പദ്ധതിയിൽ വിശ്വസിച്ച് ഉറച്ച് കൺവിക്ഷനോടുകൂടി മുമ്പോട്ട് പോകുന്നു. ടീച്ചർ ഈ മോഹിനിയാട്ടം സീരിയസ് ആയിട്ട് ചെയ്തു തുടങ്ങിയത് 90കളുടെ അവസാനം ആണെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ വളരെ പ്രബലമായ ഒരു വാദമുണ്ടായിരുന്നു. അതായത് മോഹിനിയാട്ട തരം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിന് ഒരു കേരളീയത തോന്നണമെങ്കിൽ തനത് സംഗീതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വേണമെന്ന്. ഈ കർണാടക സംഗീത ടീച്ചർ അത്തരം വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം കർണാടക സംഗീതത്തെ ഇത്ര സ്ട്രിക്റ്റായിട്ട് അഡ്ഹിയർ ചെയ്ത് പോകുന്ന ഒരാൾക്ക് നിശ്ചയമായും അത്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. വിമർശനമല്ല, ഒരു ഘട്ടം ഒറ്റപ്പെടലുണ്ടായിരുന്നു. അതായത് എൻ്റെ കൂടെയുള്ള നർത്തകരെല്ലാവരും ഒരു പരീക്ഷണാർത്ഥമെങ്കിൽ പൊതുവിൽ എല്ലാവരും ഒരു സോപാന പദ്ധതിയെ കൂടെ ചെയ്ത് മറ്റുള്ളവർ പൂർണ്ണമായും അതിലേക്ക്, കാരണം വെച്ചാൽ നമ്മുടെ പ്രമുഖരായിട്ടുള്ള 2 നർത്തകിമാർ ഈ ഒരു ഇതിൽ പോകുന്നവരാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു വളരെ ശക്തമായൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് മാധവൻ നമ്പൂതിരി എന്നുള്ള സംഗീതജ്ഞൻ വരുന്നതിന് മുൻപും അത് തന്നെയാണുള്ളത്. കാരണം ഞാൻ ഈ പഠിച്ച് വന്ന ഒരു പദ്ധതി ആയതുകൊണ്ട്
പിന്നീട് മദൻ ചേട്ടനും ഞാനും സഹകരിച്ച് ഈ പുതിയ ഇനങ്ങൾ ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ സാധ്യത വളരെയേറെ ഞാൻ കാണുകയാണ്. അപ്പോൾ ഈ ഒറ്റപ്പെടലിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യമായി മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ പെർഫോമൻസിന് ചെയ്യുമ്പോൾ അവർ ആദ്യമായിട്ട് ഇതിനൊരു റെപ്പർട്ടോർ ഉണ്ടാവുമോ, ഭരതനാട്യം നടക്കുന്ന പോലെ ഇപ്പം ഇതിനൊരു റെപ്പർട്ടോർ ഉണ്ട്, ഇതിനൊരു കച്ചേരി ഉണ്ട്, ഈ കച്ചേരിയിലൂടെ അപ്പോൾ അത് കാരണം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ മോഹിനിയാട്ടം അവിടെ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടുന്നത് മ്യൂസിക് അക്കാഡമിയിൽ. അതിനു മുൻപ് ആരുടെയും മോഹിനിയാട്ടത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ളവർ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ആ മോഹിനിയാട്ട കച്ചേരി പരക്കെ അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് മോഹിനിയാട്ടം എന്നുള്ളൊരു കലയ്ക്ക് ഈ രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അത് എൻ്റെ മെച്ചമല്ല, മറിച്ച് മോഹിനിയാട്ടത്തിൻ്റെ ആ ഒരു സാധ്യതയെക്കുറിച്ച് അറിയില്ല, അങ്ങനെ പരിചയം തുറക്കപ്പെടുകയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു വിശ്വാസവും കേരളത്തിൽ പ്രധാനപ്പെട്ട 2 ബാണികളും നിലനിന്നിരുന്ന ആ ഒരു വഴിയെ തന്നെ മുറുകെ പിടിച്ചു കൊണ്ടുപോകണം. മറ്റൊന്നും എനിക്ക് ഒരു പരീക്ഷണാർത്ഥത്തിൽ പോലും ചെയ്യാൻ ഉള്ള സമയമില്ല എന്നത് മാത്രമല്ല, ഇതിൽ അത്രത്തോളം ഉണ്ട് ചെയ്യാൻ. രംഗാവതരണ പദ്ധതിയിൽ ടീച്ചർ ഇത്തരം ഒരു സ്വന്തമായിട്ടുള്ളതല്ല, നിലനിന്നത് തന്നെ കുറച്ചും കൂടി അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉൾക്കൊണ്ട് തന്നെ വിപുലീകരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ഇനങ്ങളും ഇനങ്ങളുടെ ഒരു പാറ്റേൺ, ഇപ്പോൾ ചൊൽക്കെട്ടും ജതിസ്വരവും തില്ലാനയും നോക്കിയാൽ ശുദ്ധനൃത്തം തന്നെയാണ്. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചലനങ്ങളുടെ ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ജതികളുടെയും ഒക്കെ ചാരികളുടെയും ഒക്കെ ഒരു കൂട്ട് ഒക്കെ ഡിഫറെൻ്റാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അഭിനയത്തിലും ഇപ്പോൾ സെൽഫ് ഇമോഷൻ ഡിപ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോയിംസ് ആണ്, പദങ്ങളാണെങ്കിലും അഷ്ടപദികളാണെങ്കിലും. പക്ഷേ രണ്ട് ദൃശ്യാനുഭവം തന്നെയാണ്, 2 പാറ്റേണിലാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന് മുൻപുള്ള ഒരു രീതി, മോഹിനിയാട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതി ഇങ്ങനെ തന്നെയാണ്, അതോ ഹൗ ഡിഡ് യു കം ടു ദാറ്റ്? നേരത്തെ പറഞ്ഞത് തന്നെ അതിൻ്റെ ഒരു ഫോളോയിങ് ആണ് ഈ ചോദ്യം വിദ്യ പറഞ്ഞത്. ഞാൻ പ്രധാനമായും ഞാനൊരു ആസ്വാദകയാണ്. അത് നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ഒരു നൃത്തത്തിൻ്റെ ഒരു വൈഭവം. പക്ഷെ അതിൽ മെനഞ്ഞെടുത്തതാണ്, കൂടുതൽ മൂർച്ച കൂട്ടി എടുത്തതാണ് അതിൻ്റെ ഈ ഒരു വഴി എന്ന് പറയുന്നത്. ഇപ്പോൾ പദങ്ങൾ, പ്രത്യേകിച്ച് ട്രഡീഷണൽ പദങ്ങൾ, ആ പദങ്ങൾ നമ്മൾ ഒരു ഗുരുനാഥയുടെ കീഴിൽ നമ്മൾ കലാമണ്ഡലത്തിലെ പല പദങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് രീതിയിൽ മോഹിനിയാട്ടത്തിൽ നിൽക്കണം എന്നുള്ള ഒരു വിചാരമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വിപ്രലംബ ശൃംഗാരം അല്ലെങ്കിൽ ശൃംഗാരത്തിന് പ്രാമുഖ്യമുള്ള മോഹിനിയാട്ടത്തിൽ പദങ്ങളും അഷ്ടപദികളും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ പദങ്ങൾ പൂർണ്ണമായിട്ട് എടുത്ത് കളയണം, വേറെ എന്തെങ്കിലും? ടീച്ചർ പറഞ്ഞ പോലെ ആ കോൺസേർട്ടിൽ 2 ഫ്ലേവേഴ്സ് എങ്ങനെ ഒരു പദത്തിന് ഒരു അഷ്ടപദിക്ക് അത് ശരിക്കും പറഞ്ഞ മോഹിനിയാട്ട നർത്തകർ അറിഞ്ഞിരിക്കേണ്ട അതിലൊരു ആസ്വാദ്യത ഉണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ ക്ലാസിക് പോയട്രി എടുത്ത് നോക്കുക. നമ്മുടെ വർണ്ണങ്ങളും ഇതിലുമെല്ലാം പദങ്ങളിലും എല്ലാം ഉള്ള ഒരു ക്ലാസിക് പോയട്രി, ആ പോയട്രി നമ്മൾ ശീലിക്കുക തന്നെ വേണം. ശീലിക്കുമ്പോൾ പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ അഭിനയിക്കുക. ഇപ്പോൾ പൂന്തേൻ നേർമൊഴിയാണെങ്കിലും പനിമതിമുഖി ബാലയാണെങ്കിലും അളിവേണി എന്തു ചെയ്യുവാണെങ്കിലും കുട്ടികളെല്ലാം ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും അത് എന്താ പറയുന്നത്, നമ്മുടെ ഒരു വിപ്രലംബ ശൃംഗാരമാണ് അല്ലെങ്കിൽ വിരഹോത്കണ്ഠിതയാണ് എന്ന് ചെയ്യും. വാസ്തവത്തിൽ അത് ആണെങ്കിൽ പോലും കുറച്ചുകൂടെ സാധ്യത അതിലുണ്ടോ എന്ന് ആരായുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ രാഗഭാവം വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കാമ്പോജിയിലൊരു കൃതി ചെയ്യുന്ന പോലെയല്ല നമ്മൾ ചിലപ്പോൾ ശങ്കരാഭരണത്തിൽ ചെയ്യുക. നമ്മുടെ പേഴ്സണാലിറ്റിയും ആ ഇനത്തിൻ്റെ ഐഡൻറ്റിറ്റിയും ഇത് മാറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്വാതന്ത്ര്യനാൾ കൃതികൾ ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അളിവേണി എന്തു ചെയ്തു, പൂന്തേൻ നേർമൊഴി,
പനിമതി മുഖിപാലെ, ഇതൊക്കെ പത്മനാഭനിൽ നിന്ന് വേർപിരിഞ്ഞ നായികയെ തന്നെയാണ് കാണിക്കേണ്ടത്. പക്ഷേ ഓരോ നായികയ്ക്കും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന് ഒരു കോൺക്രീറ്റ് അവസ്ഥ ഇതിൻ്റെ സംഗീതം നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കല്യാണിയിൽ കിന്തു ചെയ്വു ഞാൻ ഇന്നഹോ കീരവാണി സഖി ബന്ധുരാങ്കനായിടും ശ്രീ പത്മനാഭൻ വന്നില്ലല്ലോ. ഈ വന്നില്ലല്ലോ എന്ന് പറയുന്നതല്ല പനിമതി മുഖി ബാലയിലെ വന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായി തിരിച്ചറിയണം. കാരണം കല്യാണി വളരെ ലിൽറ്റുള്ളൊരു രാഗമാണ്, ഒരു ജോഷുണ്ട് അതിൽ, അതെങ്ങനെ പാടിയാലും അതുണ്ടാവും. അതേസമയം ദ്വിജാവന്തി എന്ന് പറയുമ്പോൾ വളരെ അഗാധമായ ഒരു റിലേഷൻഷിപ്പിൽ വർഷങ്ങളോളം ആ ഒരു പ്രണയം എല്ലാം ഉണ്ടായി. അതിലൊരു വളരെ ഒരു നോവുണ്ട്, അഗാധമായ നോവുണ്ട്. ഇത് ആ രാഗഭാവത്തിലുണ്ട്. അപ്പോൾ ഈ രാഗഭാവം നിങ്ങൾക്കൊരു ഡയറക്ഷൻ, അതുവഴി അതാണ് ട്രാക്ക്. അതേസമയം അഷ്ടപതിയിൽ നിന്ന് നമ്മുടെ ക്ലാസിക് പോയട്രിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്ലാസിക് പോയട്രിയിൽ ഒരു മോഹിനിയാട്ടം നായികയെ അതിൻ്റെ എല്ലാ ഒരു ക്ലാസിസത്തോടു കൂടി പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റും. അതിന് ഒരു സഞ്ചാരികളുടെ ആവശ്യമില്ല. അത് ആ പാട്ട് തന്നെ പല സംഗതികൾ വരികയും ആ സംഗതികൾക്ക് മോഹിനിയാട്ട തരത്തിലൂടെ അതോടെ ജീവൻ വയ്ക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. ഇതല്ലാതെ അല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. അത് അപ്പോൾ ജാനകി നായർ, നമ്മുടെ ജാനി ചോദിക്കുന്നത് ഇതിനെ ബന്ധപ്പെടുത്തി തന്നെയാണ്. ഡിയർ ടീച്ചർ, ആസ് യു ടോക്ഡ് അബൌട്ട് രാഗം ഇൻ കച്ചേരി, പ്ലീസ് കൻ യു എക്സ്പ്ലെയിൻ ഹൗ ഇമ്പോർട്ടൻറ്റ് രാഗം ചോയ്സ് ഇസ് വെൻ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് എ ഭാവം ഓർ ഈവൻ ക്യാരക്ടറൈസേഷൻ? ക്യാരക്ടറൈസേഷൻ ഞാൻ ഒരു ചെറിയൊരു ബിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് അതിനകത്തൊന്ന് വരും. ജാനകി കഥകളിക്കാരിയാണ്. കഥകളിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കേദാരഗൗള ഈ പറഞ്ഞ പോലെയാണ്. ഭയങ്കര ഒരു മംഗളമായിട്ടുള്ള എല്ലാവർക്കും ഒരു ഉന്മേഷം തോന്നുകയും അതേസമയം വളരെ ഒരു ഭാവനിബദ്ധമായ ഒരു രാഗമാണ്. കഥകളി അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എങ്ങനെയാണ് രാഗത്തെ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതിനെ. നമ്മുടെ കച്ചേരി, സംഗീത കച്ചേരി മാത്രമല്ല, പിന്നെ ഭരതനാട്യം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പദമാണോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പദം ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കല്യാണി രാഗത്തിലുള്ള ഒരെണ്ണം ചെയ്യാം. അതായത് ഇത് തന്നെ ആയിക്കോട്ടെ. കിന്തു ചെയ്വു ഞാൻ ഇന്നഹോ കീരവാണി സഖി ബന്ധുരാങ്കനായിടും ശ്രീ പത്മനാഭൻ വന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് നോക്കിക്കോളൂ. സരസിജതിനെ വെല്ലും ആനനം കാൺമതും സരസിജതിനെ വെല്ലും സരസ
സരസ വചനാമൃതം കേൾപ്പതും എന്നു ഞാൻ സരസ വചനാമൃതം കേൾപ്പതും എന്നു ഞാൻ സരസിജ തീനെ വെല്ലും ആനനം കാൺമതും സരസ വചനാമൃതം കേൾപ്പതും എന്നു ഞാൻ തരുണി ഞാൻ എന്തു ചെയ്യൂ ഹന്തമാമക ദൈതനന്നെ മറന്നു തരുണി ഞാൻ എന്തു ചെയ്യൂ ഹന്തമാമക ദൈതനന്നെ മറന്നു അയ്യോ ഇത് ഒരു ഇതാണ് രാഗത്തിന്റെ ഇൻവോൾവ്മെന്റ്. സംഗീതത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരിടത്തും പദത്തിന് വേണ്ടി നമ്മൾ അന്വേഷിച്ചു പോകണ്ട, ആ രാഗം തന്നെ കൃത്യമായ ഒരു ഡയറക്ഷൻ. ഇത് പലപ്പോഴും കച്ചേരിയിൽ സംഭവിക്കാറുണ്ട്. ടീച്ചറിനെ നട്ടുവാങ്ങം ചെയ്യാനുള്ള കുറച്ച് അവസരങ്ങൾ വരുമ്പോൾ പലപ്പോഴും മാധവൻ സാറിൻ്റെ സംഗീതവും ടീച്ചറിൻ്റെ നൃത്തവും അവരിങ്ങനെ അതൊരു ഭയങ്കര കെമിസ്ട്രിയാണ്, ഭയങ്കര കൊടുക്കൽ വാങ്ങലാണ്. അത് ചില സമയമല്ല, അതിങ്ങനെ ചില വേദികൾ അവർ പൊലിപ്പിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോയി അങ്ങനെ ചെയ്യാറുണ്ട്. സിസ്മിക്മയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാറില്ല. അവിടെ ചെല്ലുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു പൾസ് നമുക്ക് കിട്ടും. ആ പൾസിൽ നിന്നാണ് പോകുന്നത്. ശരിക്കും അങ്ങനെ ഒരു വലിയ റിഹേഴ്സൽ ഒരിക്കലും, പിന്നെ ഇത്രയും വർഷമാകുമ്പോൾ പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ അതിൻ്റെ സമ്പ്രദായത്തിൽ ഒരു കച്ചേരി ഫോർമാറ്റിൽ നിന്നുകൊണ്ടുള്ളൊരു പദ്ധതി ആവശ്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു കാലിക പ്രസക്തി ഉണ്ടാവണമെങ്കിൽ ഇതിനൊപ്പം തന്നെ ഇന്നിൻ്റെ ആധുനികതയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളുമായി കണക്ട് ചെയ്യാനായിട്ട് പറ്റണം, ഏത് കലയാണെങ്കിലും. അപ്പോൾ മോഹിനിയാട്ടത്തിന് ഇത്തരത്തിൽ ഒരു ബന്ധപ്പെടുത്താനായിട്ട്, ഇപ്പോൾ ഭരതനാട്യം പോലെയുള്ളൊരു ആർട്ട് ഫോം അല്ല മോഹിനിയാട്ടത്തിന്. കുറച്ചും കൂടി ഒന്ന് ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചറിന് മുമ്പ് ഇതുപോലെയുള്ള ഗുരുനാഥന്മാരുടെ വളരെ ചുരുക്കം പരിപാടികൾ, മോഹിനിയാട്ട അവതരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരം ഒരു ആവശ്യങ്ങൾ, ഇത്തരം ഒരു നീഡ് വന്ന സമയത്ത് ഹൗ ഡിഡ് യു കൺഫ്രണ്ട് ദാറ്റ്? അതായത് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് പ്രൊഡക്ഷൻ, അത് പല രീതിയിൽ ഒരു നർത്തകി അതിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ് പരമായിട്ട് ഡിഫറെൻ്റ് സംഗീത ഉപയോഗിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായ ആഖ്യാന രീതി, ഒരു ലിറ്ററേച്ചർ, റീവിസിറ്റിംഗ് നായികാസ്. എപ്പോഴും ഒരു ശാസ്ത്രീയ കലാരൂപം ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിരിക്കും. അതായത് അതിൻ്റെ പ്രത്യേകിച്ച് ലിറ്റററി ലിറ്റററി പരമായ ഒരു സമൂഹത്തിൻ്റെ അഭിരുചികൾ ഒരു നൃത്തത്തെ ബാധിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ നമുക്ക്
പല പുരാണത്തിൻ്റെ എന്താണ് ഒരു പാരലൽ റീഡിങ്സ് പല നർത്തകിമാരും എടുത്ത് ചെയ്യാറുണ്ട്. പുതിയ തരം നറേഷൻ എന്നുള്ളത് നമുക്ക് ഒരു വളരെ ആവശ്യമായ ഒന്നാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആദ്യത്തെ ഒരെണ്ണം ചെയ്തപ്പോൾ അത് ആദ്യം ശകുന്തളയാണ് ചെയ്തത്. ശകുന്തള ചെയ്തപ്പോൾ ശരിക്കും ശകുന്തളയുടെ ഒരു കഥ, ഒരു കാളിദാസ ശകുന്തള ഞാൻ എടുത്ത് ചെയ്യുന്നതിൽ അങ്ങനെ അതിലൊരു വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ അത് ശകുന്തളയെ ഒരു മോഡേൺ പെർസ്പെക്റ്റീവിൽ നിർത്തിക്കൊണ്ട് ശകുന്തളയ്ക്ക് രാജാവ് ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടി പറയാനുള്ള ഒരു ത്രാണി ഉള്ള ഒരു ശകുന്തളയാണ് ഞാൻ. അത് എന്തായാലും അതൊരു ഇറ്റ് ഈസ് നോട്ട് ഡീവിയേറ്റിംഗ് ഫ്രം ദ ടെക്സ്റ്റ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇത് മഹാഭാരതത്തിലുള്ള ശകുന്തളയാണ്. കാളിദാസ ശകുന്തള അങ്ങനെയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏഡിനെ എടുത്തുകൊണ്ടാണ് ആദ്യം ചെയ്തത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രൊഡക്ഷൻസ് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. സീതാനം എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഒരു പോസ്റ്റ് മോഡേൺ തമിഴ് പോയട്രി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ കന്നിമൊഴി കരുണാനിധി, കന്നിമൊഴിയുടെ ഒരു പോസ്റ്റ് മോഡേൺ പോയം. അത് ഞാനും രമാ വൈദ്യനാഥനും കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. അത് അന്ന് ശോഭനയായിരുന്നു ആ വർഷത്തെ ഡിസംബർ മാർഗഴിയിൽ ശോഭനയായിരുന്നു കോർഡിനേറ്റർ. അപ്പോൾ ശോഭന ഞങ്ങളോട് പറഞ്ഞതൊന്ന് ഒരു പോസ്റ്റ് മോഡേൺ പോയട്രി ചെയ്യണം എന്നുള്ളത്. ഞാൻ രമയും പിന്നെ രമ കുറച്ചുകൂടെ തമിഴ് ഒരു അതിനകത്ത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന അതിലൊരു രസം എന്ന് വെച്ചാൽ ഒരു വർണ്ണം ചെയ്തു. ഒരു വർണ്ണം പിന്നെ രമ ഒരു പദം, ഞാനൊരു പദം. ഇത് രണ്ടും കനിയുടെ പോയംസ് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം കനിയുടെ ഇപ്പോൾ ഏത് പോസ്റ്റ് മോഡേൺ പോയട്രി പോലെ തന്നെ ഈ വളരെ സ്കാറ്റേർഡ് ഇമേജസ് ആണ്, ഭയങ്കര അബ്സ്ട്രാക്റ്റ് ആണ്. അതിനകത്ത് പട്ടയം എന്നൊരു കവിതയാണ് ഞാൻ ചെയ്തത്. പട്ടയം എന്ന് പറഞ്ഞാൽ അത് കനി ഉദ്ദേശിക്കുന്നത് ഈ ഒരു വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ, ആരുമില്ല, ബന്ധുക്കളുമില്ല, കണ്ണു കാണാൻ വയ്യ, ഷീ ഈസ് നെക്സ്റ്റ് ഡോർ ടു ഡെത്ത്. ആ ഒരു രീതിയിൽ നിൽക്കുന്നവർക്ക് ഗവൺമെൻറ് പട്ടയം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ അടുത്ത് ആ പട്ടയം കൊണ്ട് എന്താണ് ഇത് കാലലേൻ വയ്ക്കുകിൻട്രിന എന്നൊക്കെ പറഞ്ഞിട്ടൊരു തമിഴിൻ്റെ ഇതാണ്. അപ്പം ആ കാല് നീട്ടിയിരിക്കുന്നതിൽ ഒരു തണുപ്പ് വരുന്നു. ആ തണുപ്പിൽ നിന്ന് അവരിങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിനെ ചെയ്തിട്ടുള്ളത്. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്ന ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പോലെ ഈ വർണ്ണം നല്ല രസമായിരുന്നു. അന്ന് GS രാജനാണത് മ്യൂസിക് ചെയ്തത്. ഈ പദം മാധവൻചന്ദ്രൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ വർണ്ണം എനിക്കിന്ന് ഓർമ്മയില്ല, നാട്ടക്കുറിഞ്ചിയിൽ ചെയ്തതാണ്. അവൻ എപ്പോതും ഇങ്ങേ താൻ ഇറിപ്പായി. അത് അവൻ എപ്പോതും ഇങ്ങേ താൻ നാട്ടക്കുറിഞ്ചിയിൽ ചെയ്ത് കേട്ടാൽ ഒരു പദവർണ്ണം പോലെ ഇരിക്കും. പക്ഷേ ഇതിനകത്ത് ഈ ഒരു അബ്സ്ട്രാക്ട് ഫോമിൽ അവൻ എന്നുള്ളതിനെ രണ്ട് രീതിയിൽ അന്വേഷിക്കുന്നതായിട്ടാണ് ചെയ്തത്. അപ്പം ഇത് രമ അതിനെ ഒരു കൃഷ്ണൻ്റെ ഒരു സങ്കല്പത്തിലോട്ടും ഞാനതൊരു പരമശിവൻ്റെ സങ്കല്പത്തിലും, അതായത് ആ ഒരു മിത്ത് എന്നുള്ളത് ഒരു ഡാൻസർ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ആ മിത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സഞ്ചാരി. അപ്പോൾ അത് രണ്ടുപേരും ഒരേ സമയമാണോ? അല്ലല്ല, ആദ്യം ത്രികാലജതി ചെയ്ത് രമ അത് ചെയ്തിട്ട് തട്ടുമേട്ട് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പോൾ പിന്നെ ഞാൻ എൻട്രി ചെയ്യും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇത് മാത്രം കൊടുക്കും. എന്നിട്ട് അനുപല്ലവിയിൽ എൻ്റെ ജതി, അത് കഴിഞ്ഞിട്ട് ഞാൻ അത് അഭിനയിക്കുന്നു. ഞാൻ തട്ടുമേട്ട് കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ രമ വീണ്ടും പദാർത്ഥത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ ചിട്ടസ്വരം സാഹിത്യം എല്ലാം ഒരുമിച്ച്. അങ്ങനെ നോർമൽ നമ്മൾ ഒരു തമിഴ് പദം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തൊരു മോഹിനിയാട്ടത്തെ കൊണ്ടുവരാനായിട്ട് ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് പോലെ ഇപ്പോൾ ഒരു എന്താ പറയുക, സംസ്കൃതമോ മണിപ്രവാളോ കൃതി പോലെയല്ലല്ലോ, അതുപോലൊരു ഒരു ചേരായ പോലൊരു ഫീല് തോന്നിയിട്ടുണ്ടോ തമിഴ്? യഥാർത്ഥത്തിൽ എന്നാൽ അങ്ങനെ ഇല്ല. ഈ സംസ്കൃതം ഓറിയൻറ്റഡ് ആയിട്ടുള്ള മണിപ്രവാളമൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്, നമ്മുടെ കാഴ്ചശീലം കേൾവിശീലത്തിൻ്റെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തെലുങ്ക് വർണ്ണം പോകാമെങ്കിൽ എന്തുകൊണ്ട് തമിഴ് പൊയ്ക്കൂടാ? പിന്നെ ഈ
ഇതുണ്ടല്ലോ നമ്മുടെ ജോൺപുരിയിലുള്ള ആശയ മുഖം മറന്ന്, അത് ശരിക്കും മോഹിനിയാട്ടത്തിലെ ആദ്യത്തെ പദമാണത്. അന്ന് ആ ഒരു അപ്പം അങ്ങനെ മോഹിനിയാട്ടത്തിന് ചേരുന്ന ആയതുകൊണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭാഷ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് ചിപ്പി പിള്ളை ചോദിക്കുന്നു, ഈസ് മോഹിനിയാട്ടം മോർ ക്ലോസർ ടു കഥകളി ദാൻ എനി അതർ dance form, or how close is Mohiniyattam to Kathakali? Mohiniyattam has evolved long back, and in fact this is again my perspective of history, which will come soon. And I think that Mohiniyattam is as old as Malayalam language itself, in the sense that it has arisen or originated out of a tradition, or not a tradition, but a fashion of life. ഇപ്പോൾ നമുക്കൊരു ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതിയിൽ നിന്ന് അന്നത്തെ ഒരു മധ്യകാല ജീവിത രീതിയുടെ ശൃംഗാര അനുഭവങ്ങളുടെ എല്ലാം ഒരു പ്രോഡക്റ്റാണ് മോഹിനിയാട്ടം. അത് മോഹിനിയാട്ടമായി തന്നെ രൂപപ്പെട്ട് വന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് നിശ്ചയമായിട്ടും ഒരു കാലഘട്ടത്തിൽ അതുണ്ടായി. പിന്നീട് ഒരു കാലഘട്ടത്തിൽ കഥകളി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അപ്പോൾ ആ രീതി, അഭിനയ രീതി എന്നുള്ളത് ഒരു പൊതു അഭിനയ രീതിയായി കണ്ടുകൂടെ? എന്തുകൊണ്ടാണ് അത് അവിടെ നിന്ന് അങ്കുരിച്ച കഥകളി പെട്ടെന്ന് അങ്ങ് ഒരു വളരെ വലിയൊരു സ്റ്റാറായി? മോഹിനിയാട്ടത്തിന് അത്തരം ഏജീസോ അല്ലെങ്കിൽ അത്തരം പേട്രൺസോ ഉണ്ടായില്ല, ഒരു വേദി ഉണ്ടായില്ല, ഒരു കളരി ഉണ്ടായില്ല. അതിൻ്റെ അർത്ഥം മോഹിനിയാട്ടം ഉണ്ടായിരുന്നില്ല എന്നല്ലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നെ ഉണ്ടായത് സ്വാതി തിരുനാളാണ്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടായി. ഇപ്പോഴും നമുക്ക് ഈ ഒരു ചോദ്യം ചിപ്പിയോട് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടെൽ യു ഇസ് ദാറ്റ് ഇൻ ദിസ് സെഞ്ച്വറി വെൻ വി ലുക്ക് more into Mohiniyattam, we don't have a experience of viewing Mohiniyattam much. So we try to relate either to Bharatanatyam or to Kathakali. This is Mohiniyattam. We have our, in the Kerala region, നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്ത്രീകളും നൃത്തം ചെയ്തിരുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടായി. അത് ചിലപ്പോൾ ഇന്ന വർഷത്തിലുണ്ടായില്ല, പക്ഷേ ഇന്ന വർഷത്തിൽ അതുണ്ടായി. അതിനെ രണ്ടിൻ്റെ നടുവിലും കാണുന്നത് ശരിയായിരിക്കില്ല, മറിച്ച് അതിൻ്റേതായ, കാരണം മോഹിനിയാട്ടം ഒരിക്കലും അതിൻ്റെ ട്രാക്കിൽ നിന്ന് പോകുന്നില്ല. ഭരതനാട്യം ആരോപിച്ച് നോക്കി, ഭരതനാട്യം മോഹിനിയാട്ടം ഒരു ബന്ധവുമില്ല. കഥകളി ആരോപിച്ച് നോക്കി, കഥകളി മോഹിനിയാട്ടം രണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മോഹിനിയാട്ടം നർത്തകിയായി ഞാൻ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഭരതനാട്യം നർത്തകിയായി ഞാൻ നിൽക്കുന്ന പോലൊരു അനുഭവമല്ല. എന്നിൽ ഞാൻ അനുഭവിക്കുന്ന സൗന്ദര്യം, ഞാൻ അനുഭവിക്കുന്ന ശൃംഗാരം, അതിൽ നിന്ന് മോഹിനിയാട്ടം നർത്തകിക്ക് ഒരു ജീവിതമില്ല. ആ ഒരു എസൻഷ്യൽ ക്വാളിറ്റിയാണ് മോഹിനിയാട്ടത്തെ മോഹിനിയാട്ടമാക്കുന്നത്. എത്ര സെഞ്ച്വറി കഴിഞ്ഞാലും അതിന് മാറ്റം വരില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മോഹിനിയാട്ടത്തിനൊരു തനി ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആ ഐഡൻറ്റിറ്റി അത് ക്യാരി ഓവർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദാറ്റ് വെദർ ഇറ്റ് ഈസ് ക്ലോസർ ടു ഇറ്റ്. റാദർ യു ആസ്ക് മീ വെദർ കഥകളി സ്ത്രീവേഷം ഇസ് ക്ലോസ് ടു മോഹിനിയാട്ടം. ഐ വിൽ റെഡിലി ആൻസർ ദാറ്റ്. സോ വാട്ട് ഈസ് അങ്ങനെ ഇരിക്കെ മോഹിനിയാട്ടത്തിൻ്റെ ആസ്വാദ്യത എന്താണ്? മോഹിനിയാട്ടത്തിൻ്റെ ആസ്വാദ്യത എന്ന് പറയുന്നത് ഒരു കാവ്യാസ്വാദനമാണ്. മോഹിനിയാട്ടത്തിൽ നടക്കുന്നത് ഒരു കാവ്യാസ്വാദനമാണ്. അത് കേരളത്തിൻ്റെ ഒരു ശാസ്ത്രീയ കലകളുടെ ഐഡൻറ്റിറ്റിയാണ്. നമ്മളിപ്പോൾ കുറച്ച് ചരിത്രം പറയുമ്പോൾ നമ്മുടെ ഒരു മേലാളർ ഒരു സംസ്കാരത്തിൽ ഉള്ളവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ എല്ലാത്തിലും നിപുണരായിരുന്നു. നമ്പൂതിരികളായിക്കോട്ടെ അല്ലെങ്കിൽ ചാക്യാന്മാരായിക്കോട്ടെ, സംസ്കൃതത്തിൽ ഭാഷയിലുള്ള ജ്ഞാനം, ഒരു പദത്തെ തന്നെ പല രീതിയിൽ ആസ്വദിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു സംസ്കാരത്തിൽ നിന്നാണ് ഇപ്പോൾ കഥകളിയാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നുള്ളൂ. ഒരു വാക്കിനെ അതിൻ്റെ പ്രകടമായ അർത്ഥത്തിനെയാണോ മോഹിനിയാട്ടം നർത്തകി സ്പർശിക്കുന്നത്? അല്ല, അതിൻ്റെ ഭാവതലത്തെയാണ് സ്പർശിക്കുന്നത്, അല്ലേ? ആ ഭാവതലത്തെ സംഗീതത്തിൻ്റെ അകമ്പടിയോട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇലൈറ്റ് ക്ലാസ്സിനുണ്ടായ ഒരു ആസ്വാദതയുടെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കാവ്യമാണ്, സംഗീതമാണ്. ഈ അനുഭവമാണ് മോഹിനിയാട്ട നർത്തകി സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത്.
സജ്ന വിനീഷിൻ്റെ ഒരു ചോദ്യമുണ്ട്. യു ഹാവ് ഹാൻഡിൽ സോ മെനി ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ്. വിച്ച് ക്യാരക്ടർ ഹാസ് ഫാസിനേറ്റഡ് യു ദ മോസ്റ്റ്? ഓൾസോ വെൻ ഇറ്റ് കംസ് ടു എ ഡാൻസ് പ്രൊഡക്ഷൻ, ഡു യു വർക്ക് വിത്ത് എ ക്യാരക്ടർ or with the story the character is part of? Which is the best way to approach it? സജ്ന, ശരിക്കും പറഞ്ഞാൽ ഈ വലിയ നടന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആ ചോദ്യമാണ് ഓർമ്മ വന്നത്, ഏത് ക്യാരക്ടറിനോടാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ആണത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ബെസ്റ്റ് ആളെ കിട്ടിയത് കൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ശരിക്കും ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് സിനിമ തന്നെ ആകണമെന്നില്ല, ഒരു നടി എന്ന നിലയിൽ നമ്മളെ ഭയങ്കരമായി ആഗിരണം ചെയ്യും. ഫോർ എക്സാമ്പിൾ സീതായനം ചെയ്തപ്പോൾ ആ സീതായനം ഇവിടെ ഇപ്പോൾ നമ്മുടെ റോബിനുണ്ടല്ലോ, അത് ആ സീതായനം തിരുവനന്തപുരത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ സീതയിൽ നിന്ന് ഞാൻ മറികടക്കാൻ ഒരുപാട് പ്രയാസമായിരുന്നു അത്. കാരണം വെച്ചാൽ അത്രയും രാമായണ കഥയിലൂടെ നടന്നു പോയി കഴിഞ്ഞ ജീവിതത്തിൽ ഇനി ജീവിക്കേണ്ട, എൻ്റെ ജീവിതം അർത്ഥവത്തായി, ഇത്രയേ ഉള്ളൂ, ഇനി ഞാൻ ആ മരണത്തിലേക്ക് നടന്നു പോകുന്ന സീതാദേവിയുടെ കഥ പറയുന്നിടത്ത് ശരിക്കും നമ്മൾ അതിൽ ജീവിച്ച് വരുന്ന ഒരു അനുഭവമാണ്. അത് എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം ദ്രൗപദി, യാജ്ഞസേനി എന്നുള്ള ഒരു കഥാപാത്രം പ്രതിഭ റേയുടെ വളരെ ആധുനിക സ്ത്രീയുടെ മുഖമുള്ള ഒരു ദ്രൗപദി. അതേസമയം ദ്രൗപദി എന്നുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് ചേരുന്ന കാര്യമാണ് പ്രതിഭ റേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു പദവർണ്ണത്തിൻ്റെ ഫോർമാറ്റിലാക്കിയത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ട്. പദവർണ്ണം എന്നുള്ളപ്പോൾ നമുക്കറിയാം അതിനകത്ത് ശുദ്ധനൃത്തമുണ്ട്, പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കണക്കുകൾക്കെല്ലാം ഒരു ഗൗരവം വേണം, അറുതിയാണെങ്കിൽ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ദ്രൗപദി ജീവിച്ചു വരികയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ചിന്തിച്ച് ആ സ്കോപ്പും വച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഓരോന്നും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ അടുത്തുള്ള ഒന്നാണ്. പക്ഷെ എനിക്ക് അതുപോലെ എനിക്ക് ശൂർപ്പണഖ ഔട്ട് ഓഫ് ദി ബോക്സ് ചോദ്യം എൻ്റെ മനസ്സിൽ വന്നത് ഈ ശൂർപ്പണഖ ആൻഡ് ഈ തമിഴ് പോയട്രി, ഇത് രണ്ടും വെച്ചുകൊണ്ടാണ്. ശൂർപ്പണഖ ഒരു കാര്യം എന്ന് വെച്ചാൽ മോഹിനിയാട്ടം ശൂർപ്പണഖ ചെയ്യണം എന്ന് അനിതാരത്നം എപ്പിക് വിമനിന് വേണ്ടി പറയുമ്പോൾ ഞാനും കപിലയും ഉണ്ട്. അപ്പം കപിലയാണ് കൂടിയാട്ടത്തിന്. അപ്പം ഞാൻ പറഞ്ഞു കപില ശൂർപ്പണഖ ചെയ്യും, ഞാൻ സീത ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അല്ല, നേരെ തിരിച്ചാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മോഹിനിയാട്ടവും ഈ ഒരു കഥാപാത്രവും കണ്ട് എന്താണ് ചെയ്യുക എന്നുള്ള ഒരു പിന്നെ ഞാനും യൂഷ്വലി ഞങ്ങളുടെ ഒരു ചർച്ചയിൽ മാധവൻചൻ്റെയും എൻ്റെ ഒരു ചർച്ചയിൽ ഞാൻ ജയകുമാർ സാറിൻ്റെ അടുത്താണത് പറയുന്നത്. അതൊരു 1 ലൈൻ ഉണ്ടാക്കിയിട്ട് അതിൽ ശൂർപ്പണഖയ്ക്കൊരു വിചാരമുണ്ടാവുമല്ലോ. ശൂർപ്പണഖ എന്നുള്ളത് ഒരു സ്ത്രീക്ക് വരുന്ന ബാഹ്യമായൊരു അപമാനിക്കലിൻ്റെ ഒരു കഥാപാത്രം കൂടെയാണ്. അപ്പോൾ വാസ്തവത്തിൽ അതിനുള്ള എന്ത് തെറ്റാവാം ശൂർപ്പണഖ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീകളുടെ രതിവിചാരം നമുക്കെന്നും ഒരു ടാബുവാണ്. ഒരു രതിവിചാരമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് പലപ്പോഴും പരിഹാസത്തിന് ഇട നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലാഷാണ് ശൂർപ്പണഖയിൽ ഉള്ളത്. സ്റ്റോറി അതിൻ്റെ വഴിക്ക് പോകട്ടെ, പക്ഷേ ശൂർപ്പണഖ എന്നുള്ളൊരു സ്ത്രീയെ എടുക്കുമ്പോൾ അവൾക്ക് രാമനോട് അടങ്ങാത്ത ദാഹം തോന്നി, പ്രണയം തോന്നി. ഇതെല്ലാം അവളുടെ പ്രണയവും അവളുടെ ദാഹവും പരിഹസിക്കാനുള്ളതായിരുന്നു. അപ്പോൾ അവളുടെ മാറും മൂക്കും ഛേദിക്കപ്പെട്ടു. അപ്പോൾ ഇതിൽ നിന്നാണ് ആ ഒരു ലൈൻ. ജയകുമാർ സാർ ഗംഭീരമായി എഴുതിയത്, മാധവൻ നമ്പൂതിരി വളരെ ഗംഭീരമായി ഈണം ചെയ്ത ഒരെണ്ണമായിരുന്നു അതിൻ്റെ ഒരു. അപ്പോൾ അത് അപമാനം, എന്തൊരു അപമാനം, നീചം അത്യന്ത നിന്ദനീയം, ഈ കൊടും വൈകൃതം ഏറ്റുവാങ്ങാൻ മാത്രം ചെയ്തില്ല ഞാൻ ഏതും അപരാധം എന്ന് ശൂർപ്പണഖ. അതായത് വെൻ ഷി വാസ് ഹർ നോസ് ആൻഡ് ബ്രസ്റ്റ് വെർ ചോപ്ഡ്, ആ ഒരു ടൈമിൽ ഇങ്ങനെ ആർത്തലച്ച് വരുന്ന ശൂർപ്പണഖയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. അതാണ് ഞാൻ ജസ്റ്റ് ആ പാട്ടിന് മാത്രം ഒരു ഇച്ചിരി കൈ എടുക്കാം.
അപമാനമെന്തൊരപമാനം ഈ ദുഷ്കൃതം നീചമാണത്യന്ത നിന്ദനീയം ഈ കൊടും വൈകൃതം ഏറ്റുവാങ്ങാൻ മാത്രം ചെയ്തീല ഞാനീതും അപരാധം ചെയ്തീല ഞാനീതും അപരാധം ഇതും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അതുപോലെ പോയട്രീസ് മോഹിനിയാട്ടത്തിലേക്ക് ശൂർപ്പണഖ പോലെ. അതെ, ഞാൻ യഥാർത്ഥത്തിൽ പോയട്രി വളരെ കുറച്ച് ചെയ്തിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ നൃത്ത വേദിയിലേക്ക് വരുമ്പോൾ തന്നെ മോഹിനിയാട്ട റെpertoireൽ ഒരുപാട് കവിതകൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഗുരുനാഥന്മാരെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഞാൻ കുറേ കാലഘട്ടം വരെ ഞാൻ അങ്ങനെ ചെയ്തു. ചങ്ങമ്പുഴയുടെ കവിതയാണ് ആദ്യമായിട്ട് ചെയ്തത്. ചങ്ങമ്പുഴയുടെ കവിതകൾ ചെയ്തിട്ടുണ്ട് 2-3. പിന്നെ പി കുഞ്ഞിരാമൻ നായരുടെ, അത് കുഞ്ഞിരാമൻ ട്രസ്റ്റിന് വേണ്ടി ചെയ്തതാണ്. അത് കച്ചേരി ഫോർമാറ്റായിട്ട് ചെയ്തു. അത് കച്ചേരിയായിട്ട് ചെയ്യാനുള്ളൊരു ത്രില്ല് അതിനകത്തുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരുപാട് കവിതകൾ ചെയ്തില്ല, എങ്കിലും കവിതകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. രഞ്ജിനി നായർക്ക് ചോദിക്കാനുള്ളത്, മോഹിനിയാട്ട നർത്തകികൾ കഥകളി മുദ്രകൾ കടമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? കഥകളി മുദ്ര എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അതായത് ഇത് ഹസ്തലക്ഷണ ദീപിക എന്നുള്ളത് കഥകളിക്കാരുടെ കുത്തകയായ ഒരു ടെക്സ്റ്റല്ല. ഏത് ടെക്സ്റ്റും അതൊരു ഭാഷയാണ്, ഒരു ഭാഷയുടെ വ്യാകരണമാണ്. ആ വ്യാകരണം എന്നുള്ളത് കേരളത്തിൻ്റെ പൊതു നാട്യ സമ്പ്രദായത്തിന് ചേരുന്ന രീതിയിലാണ് ഹസ്തലക്ഷണ ദീപിക കടം കൊണ്ടിട്ടുള്ളത്, സ്വരൂപിച്ചിട്ടുള്ളത്. അത് കൂടിയാട്ടത്തിന് അതിനെ അവലംബിക്കുന്നു, കഥകളി അതിനെ അവലംബിക്കുന്നു. അപ്പോൾ നേരത്തെ വന്നത് കൂടിയാട്ടമായതുകൊണ്ട് കഥകളിക്കാരോട് അങ്ങനെ അതിൻ്റെ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ എന്തിനാ കൂടിയാട്ടത്തിൻ്റെ മുദ്ര എടുത്തതെന്നൊരു മറുചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ അത് ആരുടെയും കഥകളിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ ഓദറിനെ പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. മോഹിനിയാട്ടത്തിൻ്റെ ഒരു ശാസ്ത്രീയവൽക്കരിക്കലിൻ്റെ ഭാഗമായി ഹസ്തലക്ഷണ ദീപികയെ സ്വാംശീകരിച്ചപ്പോൾ എല്ലാവർക്കും പൊതുവായൊരു വഴിയുണ്ടായി. അത് വഴിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്തലക്ഷണ ദീപികയിലെ മുദ്രകൾ എടുക്കുന്നത് വഴി കേരളത്തിൻ്റെതായ ഒരു അഭിനയ സമ്പ്രദായത്തെ മോഹിനിയാട്ടം സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഷേക്സ്പിയർ ഒരു 100 വർഷം മുൻപ് പഠിച്ചിരുന്ന ആൾ ഷേക്സ്പിയർ പഠിക്കുന്നു, അത് കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ ആൾ ഷേക്സ്പിയർ പഠിക്കുന്നു, ഇപ്പുറത്ത് ഇന്നിരിക്കുന്ന ഞാൻ ഷേക്സ്പിയർ പഠിക്കുന്നു എന്നതുപോലെ ഉള്ളൂ എന്ന് രഞ്ജിനി മനസ്സിലാക്കുക. വീണ വാര്യരുടെ ചോദ്യമുണ്ട്. നൃത്തഭാഗങ്ങളിൽ ഡിഫറെൻറ്റ് താളങ്ങൾ, അതുപോലെ ഡിഫറെൻറ്റ് കണക്കുകൾ, ഈ രീതിയിൽ ടീച്ചർ ഒരുപാട് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ താള വ്യത്യാസങ്ങൾ മോഹിനിയാട്ടം പ്രസന്റേഷന് ചേരുമോ? ഒരു ഡൗട്ടാണ്. ഒരുപാട് താളം പാടില്ല എന്നൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മോഹിനിയാട്ടത്തെ നമ്മൾ ഇപ്പം തൽക്കാലം കച്ചേരി സമ്പ്രദായത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം പറയാം. അതിൻ്റെ നൃത്തം, നൃത്യം, നാട്യം എന്നുള്ള 3 വിഭാഗമുണ്ട്. അപ്പം നൃത്തത്തിന് നമുക്ക് ഏകമാനമാകാതെ, അത് ലീനിയർ ആകാതെ, അതിന് ചില സാധ്യതകളുണ്ട് എന്ന് നമ്മൾ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ അത് വരേണ്ടത് അത്യാവശ്യമാണ്. അതായത് രൂപകതാളം അല്ലെങ്കിൽ മറ്റേ താളങ്ങളൊക്കെ. ഇത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താളത്തിൻ്റെ കാലത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതിവിളംബം, വിളംബ മധ്യമം, മധ്യമദ്രുതം, അതിദ്രുതം എന്നിങ്ങനെ പല
കാലത്തിൽ താളം നമുക്ക് ഇതെല്ലാം പല പല അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോൾ അതിവിളംബമായിട്ടുള്ളൊരു ഒരു പാട്ട് നമ്മൾ കേട്ട് നോക്കിയേ, അതുണ്ടാക്കുന്ന ഒരു വികാരമേ അല്ല അതേ രാഗത്തിൽ ഒരു ദ്രുത കാലത്തിൽ നമ്മളത് പാടുമ്പോൾ. അപ്പോൾ ഇത് താളം ഉണ്ടാക്കുന്ന ഒരു പഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ഭാവമാണ്. ഈ ഭാവത്തെ നമുക്ക് നൃത്തത്തിൽ മോഹിനിയാട്ടത്തിൽ എടുക്കുമ്പോൾ സത്യത്തിൽ ഞാൻ പറയാം വിദ്യ, ഇന്നിപ്പോൾ ഫേസ്ബുക്ക് തുറന്നു വയ്ക്കുമ്പോൾ ഒരുപാട് ജതികളും കാര്യങ്ങളും ഒരുപാട് കണക്കുകളൊക്കെ കാണുന്നുണ്ട്. വാസ്തവത്തിൽ അതിവിളംബ കാലത്തിൽ നമ്മളൊരു ശുദ്ധ നൃത്തത്തെ സ്വാംശീകരിക്കുക അത്ര എളുപ്പമല്ല. കാരണം അതിലെ അംഗങ്ങൾക്കുള്ള മാത്ര ഇതൊക്കെ വളരെ കണിശമായി ചെയ്തു വരണം. കർണാടക സംഗീതത്തിൽ നമ്മൾ സ്പീഡ് താളങ്ങൾ മാത്രമാണ് മോഹിനിയാട്ടത്തിൽ ചെയ്യാന്നുള്ള ഒരു ധാരണ വേണ്ട. അതിൻ്റെ മധ്യമകാലം, അതിൻ്റെ അതിവിളംബകാലം, ഇടയിൽ ദ്രുതകാലം എന്നുള്ളത് നമുക്ക് ഉണ്ടാകുമ്പോഴാണത് നന്നാവുന്നത്. ഞാൻ ചൊൽക്കെട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർണാടക സംഗീത താള പദ്ധതിയിൽ മോഹിനിയാട്ടത്തിന് അനുയോജ്യമായ താളങ്ങൾ യൂഷ്വൽ താളങ്ങളിൽ നിന്ന് വിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു വ്യത്യാസമായ ഒരു അനുഭവം വരും. എന്ന് മാത്രമല്ല, നമ്മളുടെ ഈ ലാസ്യപ്രയോഗം അത്തരത്തിലുള്ള കണക്കുകളിലൂടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കച്ചേരി കാണുന്നത് വിവിധ രസനയുള്ളവരാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ കൃഷ്ണഗാന സഭയിൽ കച്ചേരി ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മ്യൂസീഷ്യൻസിനെയൊക്കെ ഞാൻ ക്ഷണിക്കാറുണ്ട്. ആ സമയത്ത് ടി വി ശങ്കരനാരായണൻ സാറ് വന്നു. അപ്പോൾ ശരിക്കും മാധവൻ നമ്പൂതിരി ടി വി ശങ്കരനാരായണൻ സാറിൻ്റെ ശിഷ്യയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പോലും നീ പോലും അന്ത ചൊൽക്കെട്ട് ரொம்ப പ്രമാദமாக இருக்குன்னு പറഞ്ഞാൽ അത് അന്ന് രീതികൗളിയിൽ അടതാളത്തിലുള്ള ചൊൽക്കെട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നന്നായോ മോശമായോ എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹത്തെ പോലുള്ളൊരു സംഗീതജ്ഞൻ ശ്രദ്ധിച്ചത് ആ ചൊൽക്കെട്ടാണ്. കാരണം അത് കൃത്യമായി അത് ആസ്വദിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, മോഹിനിയാട്ടക്കാര് ഈ വീണു പോകുന്ന ട്രാക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ശുദ്ധ ഐറ്റത്തിൻ്റെ ഇനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിഹേഴ്സൽ വേണം. നമ്മൾ റിഹേഴ്സൽ ചെയ്യണം തന്നെ. പക്ഷേ ഇപ്പം നമുക്ക് ഭരതനാട്യത്തിൽ അലാരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മൃദംഗം വായിക്കുന്ന ഒരാൾക്ക് ഖണ്ഡജാതി അലിപ്പ് എങ്ങനെ പോകും നമുക്കറിയാം. അതിൽ തന്നെ മറ്റൊരു താളം ഇൻസേർട്ട് ചെയ്താലും അതെങ്ങനെ പോകും എന്നുള്ളത് അറിയാം. എന്ന് പറഞ്ഞതുപോലെ ചൊൽക്കെട്ട് ഞാൻ ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ എളിയ അനുഭവം വെച്ച് പറയുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ ഞാൻ മദ്രാസിൽ നിന്നോ അല്ലെങ്കിൽ ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒരു മൃദംഗിസ്റ്റിനെ വിളിച്ചാൽ ചൊൽക്കെട്ടൊന്ന് ഒന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞാൻ അടവിടുന്നെങ്കിൽ അത് നോക്കണം എന്നുള്ളതല്ലാതെ അവർക്ക് ചൊൽക്കെട്ടിനെ കുറിച്ച് ഒരു സംശയമില്ല. കാരണം കറക്റ്റ് പദ്ധതിയിൽ പോകുന്ന താള പദ്ധതിയിൽ പോകുന്ന രമേശ് ബാബു സാറും കിരണും ഒക്കെ എപ്പോഴും പറയാം അങ്ങനെയല്ല. ചൊൽക്കെട്ടെന്ന് പറഞ്ഞാൽ കുറേ ചൊല്ലുകൾ രാഗത്തിൽ പാടും എന്നുള്ള ഒരു ഇത്. അപ്പോൾ അതിനകത്തൊരു നമ്മൾ ബുദ്ധിപൂർവമായൊരു ഇടപെടൽ താളപ്രകാരം വരുമ്പോഴാണ് മോഹിനിയാട്ടത്തിന് അതൊരു ആഡഡ് ഡയമെൻഷൻ അല്ലേ. തീർച്ചയായിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഇൻഡൾജ് ചെയ്യാത്തത് കൊണ്ട് ഒരു ഭയപ്പാടോടുകൂടി താളത്തെ ഒരകലം അല്ല. പക്ഷേ ഇന്നിപ്പോൾ വീണയുടെ ഒരു മല്ലാരി ഞാൻ കണ്ടിരുന്നു. വളരെ കൃത്യമായി അതിനെ മോഹിനിയാട്ടത്തിൽ ഉൾച്ചേർത്ത് നിർത്തി ചെയ്തിരിക്കുന്ന അപ്പോൾ ചെയ്യുന്നുണ്ട്. അത് പുതിയ നർത്തകർക്ക് അത് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, ഒരു ജോഷ്, ഒരു താല്പര്യമുണ്ട്. ആ ഒരു ഏരിയ തിരിച്ചറിഞ്ഞല്ലേ. അതെ അതെ. ഡോക്ടർ നിഖില വിനോദ് ചോദിച്ചിരിക്കും, ഇന്നത്തെ മോഹിനിയാട്ട വേദികൾ ശുദ്ധനൃത്തത്തെക്കാൾ പ്രാധാന്യം അഭിനയത്തിന് കൊടുക്കുന്നതായി കാണുന്നു. ശുദ്ധനൃത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് ചോദിക്കാൻ ബെസ്റ്റ് ആളുടെ അടുത്താണ് ചോദ്യം എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഓരോ ഫോർട്ടേ ഉണ്ടാവും. ഒരു സംഗീതജ്ഞന് കൂടുതൽ ചിലപ്പോൾ നിരവല ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാം കാല താനം, രണ്ടാം കാലത്തിൽ താനം പാടുക എന്നൊക്കെയുള്ളൊരു രാഗം പാടുന്നതിൽ ചിലപ്പോൾ സ്വരത്തിലെ കണക്കിലായിരിക്കും ഭയങ്കര ഇഷ്ടം. എന്ന് പറഞ്ഞ പോലെ ഇഷ്ടങ്ങൾ നിശ്ചയമായിട്ടും കലാകാരന് ഉണ്ടാവണം, അതിലൊരു തെറ്റുമില്ല. ചിലർക്ക് ഒരു തിയേറ്റർ, ഞാൻ കുറേ നർത്തകരെ ചെയ്യുമ്പോൾ അതിനകത്ത് തിയേറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ടബിൾ സോൺ അവർക്കുണ്ടാകുന്നതോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതോ ഒരു തെറ്റല്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു അവതരണ കലയ്ക്ക് പല തലങ്ങളുണ്ടാകണം. ആ തലങ്ങളെ പൂർണ്ണമായും നമുക്ക് കുറച്ചൊക്കെ ഗ്രാസ്പ് ചെയ്യാനും അത് നമ്മുടെ അവതരണത്തിൽ ഉണ്ടാകാനും ശ്രദ്ധിച്ചാൽ അത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും അത് ഒരുപോലെ ആസ്വദിപ്പിക്കാൻ കഴിയും. അതല്ലാതെ ഇഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ, അതിന് തെറ്റൊന്നുമില്ല.
എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനത്തെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് ഇല്ല. ശരി. അതായത് ഈ ലോക്ക്ഡൗൺ പീരീഡും അതായത് ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് പീരീഡ് ടീച്ചർ വളരെ ക്രിയാത്മകമായി പഠനത്തിനും ഗവേഷണത്തിനും മനസ്സിലാവില്ല. അതെ മനസ്സിലാക്കുന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് 1-2 ഇൻ്റർവ്യൂസ്, ലൈവ് പെർഫോമൻസസ്, തൻ്റെ കലാകാരി എന്ന നിലയിൽ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. മോഹിനിയാട്ടം പോലൊരു കലാരൂപം അല്ലെങ്കിൽ ലൈവ് ആർട്ട് ഫോംസ് ഇത്തരം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിശ്ചയമായും ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിൽക്കുന്നു. നമുക്കിതല്ലാതെ വേറൊരു മാർഗമില്ല ഈ അവസ്ഥയിൽ. എന്നിരുന്നാലും ഈ ഓൺലൈൻ പെർഫോമൻസസിനെ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസം എത്ര പെർഫോമൻസസാണ് വരുന്നത് ശാസ്ത്രീയ നൃത്ത രൂപത്തിൽ തന്നെ. ഈ ഓൺലൈൻ ആർട്ട് ഫോമിനെ പെർഫോമൻസസിനെ എങ്ങനെയാണ് രസിക്കുന്നത്? എന്താ അതിൻ്റെ ഒരു രസക്കൂട്ട്, ഒരു ഇക്വേഷൻ എന്താണ്? നമ്മൾ മറ്റത് ഒരു കാഴ്ചക്കാരനും ഒരു കലാകാരനും ഒരുമിച്ച് പങ്കിടുന്ന ഒരു സ്പേസ് ആൻഡ് ടൈം, അതാണ് ആ ഒരു അതൊരു മാജിക്കൽ മൊമെൻ്റ്, ഐ മീൻ ടൈമാണ്. അതുപോലൊരു ഇഫക്റ്റ് അല്ല ഡെഫിനറ്റ്ലി ഒരു ഓൺലൈൻ ഹിറ്റ് ഉണ്ടാക്കുന്നത്. ഡെഫിനറ്റ്ലി അതല്ല. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താണ് പുതിയ രസനയുടെ ഒരു കൂട്ട്? പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്തായാലും പഴയപടിയിലേക്ക് അരങ്ങുകൾ സജീവമാവും, നിശ്ചയമായി സജീവമാവും. അത്തരം ഒരു അവസ്ഥയിൽ ഇതുപോലെയുള്ള ഇപ്പോഴത്തെ ഈ പുതിയ കാഴ്ചാശീലം ഇതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനിടയുണ്ടോ? നിങ്ങളെ ഒക്കെ പോലെ എനിക്കും ഇതൊരു പുതിയ അനുഭവമാണ്. അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഓൺലൈനിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് സത്യത്തിൽ എനിക്കിത് അഡോപ്റ്റ് ചെയ്യാൻ വളരെ വിഷമമുള്ള ഒന്നാണ്. കാരണം ഞാനൊരു 2-2.5 മണിക്കൂർ കച്ചേരി ചെയ്യുന്ന, അല്ലെങ്കിൽ ലോക്ക്ഡൗണിൻ്റെ തൊട്ട് മുമ്പ് വരെ കച്ചേരി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൃത്യമായ ഒരു നമ്മളിങ്ങനെ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് നീങ്ങാൻ പാടില്ല, ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല, നമ്മളൊരു അടവെടുത്ത് നല്ല രസിച്ച് പോകുമ്പോഴായിരിക്കും സ്ക്രീനിലേ നമ്മളില്ല. ഈ ഒരു അതൊരു ലൈവ് പെർഫോമൻസ് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കത് ഒട്ടും ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് അത്തരം കാര്യത്തിൽ. പിന്നെ ഇതിന് എന്നാൽ ഏതൊരു മോശമായ കാലഘട്ടത്തിലും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് നർത്തകർക്ക് ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല വശമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു മോശം വശവും ഉണ്ട്. അതും എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതായത് ഞാൻ എന്ത് പറയുമ്പോഴും കുട്ടികൾക്കൊക്കെ അറിയാം, എപ്പോഴും അതിനകത്തൊരു ഹാസ്യമുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞ നമ്മുടെ ഏതൊരു സിനിമയിൽ മീശ മാധവൻ്റെ ദിലീപ് ഒരു നൃത്തം ചെയ്യുമ്പം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാൽ വയ്ക്കാനുള്ള എന്ന് വെച്ചാൽ അഭിനയം നൃത്തം ധളങ്കതകതകതകതത്തി അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ബഹളം ഇതിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് തൽക്കാലം ഞാൻ മാറി നിൽക്കുകയാണ്, കാരണം എനിക്കിത് ഒരു മടുപ്പ്. അതിൻ്റെ ഒരു തമാശ വശം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രകടനപരത എന്നുള്ളത് മാത്രമല്ല. ഇപ്പം നൃത്തത്തെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം, വളരെ ഒരു രസമുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് ഇതുവഴി പല എന്താ പറയുക, നമ്മളൊരു ചില മോണോപ്പൊളിയെ തകർത്തു, ഡെമോക്രാറ്റിക് ആക്കി എന്നുള്ള ഒരു അഭിപ്രായമില്ലേ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഒരു മലയാള അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ചെയ്തതിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ചെയ്യുന്നില്ലേ, അപ്പോൾ ആ ഒരു ഇതിനെ തകർത്തെന്നാണ് ചോദ്യത്തിൻ്റെ പച്ച മലയാളം. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കല ഒരു കലയും ആരുടെയും കുത്തകയല്ല. എല്ലാവരും ഈ കടന്ന് മുന്നോട്ട് പോയി പുതിയ പുതിയ ആളുകൾ വന്നേ പറ്റുള്ളൂ. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ
കുറച്ച് കുട്ടികൾ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പെയ്ഡാണോ? ആരും പെയ്ഡല്ല. ആരും പെയ്ഡല്ല എന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് നൃത്തം എന്നുള്ളത് വെറും ഒരു പ്രകടനത്തിന്, ഫേസ്ബുക്ക് പ്രകടനത്തിനല്ല നിങ്ങൾ പഠിച്ചത്. അതിന് മാത്രമല്ല, അത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതാണെന്ന് അത് വിളിക്കുന്നവരോ കാണുന്നവരോ തെറ്റിദ്ധരിച്ച് കളയരുത്. നിങ്ങൾക്കതൊരു തൊഴിലാണ്. നിങ്ങൾ വർഷങ്ങൾ അതിന് വിയർത്തൊലിച്ചത്, അതിനെ നിങ്ങളുടെ മറ്റൊന്നിനും പോകാതെ അതിലേക്ക് നിൽക്കുന്നത്, നിങ്ങൾ അതിൽ കൂടെ അതൊരു തൊഴിലും കൂടെ ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതൊരു കുറച്ച് കാലഘട്ടത്തിന് മാത്രമുള്ള കാര്യം. യഥാർത്ഥ കലാകാരന്മാർ അതുവഴി രക്ഷപ്പെടുന്നവർ ഇതൊന്നും ഇല്ലെങ്കിലും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അത്തരം യഥാർത്ഥ വേദികളിൽ മാറ്റുരച്ച് വരണം, യഥാർത്ഥ ഫെസ്റ്റിവലുകളിൽ മാറ്റുരച്ച് വരണം. നമ്മുടെ അവതരണത്തിനെ കുറിച്ച് വിമർശനങ്ങളും നന്മകളും കേട്ട് തങ്കത്തിളക്കത്തോടു കൂടി മുന്നോട്ട് വരണം. അതാണ് ഒരു 2-2.5 മണിക്കൂർ ഒരു വേദിയിൽ നിൽക്കണമെങ്കിൽ അതെല്ലാം. അപ്പം അതിനകത്തൊരു പിന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നൃത്തം ചെയ്യുന്നു, ഇതെല്ലാം ഓക്കെ. ഇത് തമാശ പറയുന്നതാണ്, ആരും അയക്കാതിരിക്കേണ്ട. നമുക്കൊക്കെ ഒരുപാട് മെസ്സേജ് വരും, എൻ്റെ പരിചയത്തിലുള്ളൊരു കുട്ടി ചെയ്തതാണോ ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ ദേവാംഗനെ ആത്മാവിൽ ഒരു നമ്മൾ എന്ത് പറയാൻ പറ്റും? അതായത് വേറൊന്നും കൊണ്ടല്ല, നൃത്തം എന്ന് പറയുന്നത് ഈ ഒരു സംസ്കാരത്തിൽ ഉണ്ടായിപ്പോയ ചില ധാരണകളാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നോക്കുമ്പോൾ ക്ലാസിക്കൽ നർത്തകരും ഇത് ചെയ്യണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്, ഒരിക്കലും ചെയ്യണ്ട എന്നുള്ളതല്ല. പക്ഷെ ഈ അവിയലായിട്ട് ഈ കിടക്കുന്നതുകൊണ്ട് ആരെന്ത് ചെയ്യണം, പാർവണേന്ദുമുഖി പാർവതി എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് ഒന്ന് നോക്കൂ നന്നായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇതിന് പറയേണ്ടത്, നന്നായിട്ടുണ്ടെന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതല്ല, ഈ ആകെത്തുകയിൽ വരുന്ന ഒരു ചില കാര്യങ്ങൾ. സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ടീച്ചർ സിനിമ കാണാറുണ്ടോ? എത്ര സിനിമകളാണ് ടീച്ചറിന്? സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ നോക്കുന്നത് അഭിനയമാണ്. അഭിനയം, എല്ലാ അഭിനയ മുഹൂർത്തങ്ങളും വളരെ ജ്വലിച്ച് എൻ്റെ മനസ്സിൽ അത് പറഞ്ഞുകൊണ്ടിരുന്ന ഇനി ഒരു 2 മണിക്കൂറോടെ ഞാനിരുന്ന് പറയും. അതുകൊണ്ട് അത്രയും എനിക്ക് സംസാരിക്കാൻ കഴിയും. അല്ല എന്ന് വെച്ചാൽ സംസാരിക്കാൻ കഴിയല്ല, ഞാൻ അനുഭവത്തിൽ ഞാൻ ഊർജിതയാകും. അതുകൊണ്ട് സിനിമയിൽ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. പുതിയ സിനിമകളും കാണാറുണ്ട്. അല്ല, ഈ ലോക്ക്ഡൗൺ കാലഘട്ടം ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ കാലഘട്ടം മുഴുവൻ പഴയ തമിഴ് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ത്യാഗരാജ ഭാഗവതർ, ചിന്നപ്പ തുടങ്ങിയവരുടെ വാട്സാപ്പ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്യലായിരുന്നു ടീച്ചറിന്. അല്ല, അതുകൊണ്ടല്ല, എപ്പോഴും ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും സമയം കിട്ടാറില്ല. ഈ പണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാട്ടാണല്ലോ. അപ്പോൾ ഈ പാട്ടെങ്ങനെ മന്മഥലീല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പ്രേമിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു സംശയം തീർക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷെ എൻ്റെ ധാരണകളെ മാറ്റി മറിച്ചുകൊണ്ട് അതിലെ അഭിനേതാക്കൾ ആ മുഹൂർത്തത്തെ ധന്യധന്യമാക്കുന്നത് ഞാൻ കണ്ടു. എന്ന് മാത്രമല്ല, ഈ എൻ്റെ റിസർച്ചിന് ഉതകുന്ന മറ്റ് ചില കാര്യങ്ങളും കൂടെ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും നോക്കിയത്. അത് ഈ തേവിടിയാർ എന്നുള്ള ഒരു പദത്തെ കുറിച്ചിട്ടുള്ള ഒരു വെളിച്ചം അതിൽ നിന്ന് കിട്ടി. കാരണം അതൊരു തമിഴ് പദമാണ്. ആ തമിഴ് പദത്തിൽ യഥാർത്ഥത്തിൽ അതൊരു ഇറ്റ്സ് എ ക്ലാസ് ഓഫ് പീപ്പിൾ ഹൂ ഡാൻസ് സാങ്. അപ്പോൾ അവർ ഒരു സൊസൈറ്റിയിൽ ഒരു ജാതി പേര് പോലെ അവരെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു പേരാണത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒരുപാട് ഹരിദാസ് എന്നുള്ള ഓരോ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഒരു കാണണം എന്നുള്ളത് വരുമ്പോൾ ചില രംഗങ്ങൾ, ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു രംഗം എന്താ വെച്ചാൽ ദശരഥത്തിൽ മോഹൻലാൽ എനിക്ക് തോന്നുന്നു സിബി മലയിൽ അദ്ദേഹം ഈ ക്യാമറ വച്ചിട്ട് എവിടെയെങ്കിലും പോയി നിന്നിട്ടുണ്ട്. കാരണം അതിനൊരു കട്ടില്ല ആ ഡയലോഗിൽ. ആ ക്യാരക്ടറിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റിയും ആ ഡയലോഗിലുണ്ട്. മോഹൻലാൽ ചാടി കട്ടിൽ നിന്ന് വീഴുന്നു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അതുവരെയുള്ള ആ 1.5 മിനിറ്റ് നീളമുള്ള ഒരു ഡയലോഗ് എത്ര ആസ്വദിച്ച് രുചിച്ച് പറഞ്ഞിരിക്കും. ഇങ്ങനെ ഇതൊരു ഇതാണ്. പിന്നെ മറ്റേ എന്താണ് നാടോടിക്കാട്ടിലാണോ ഈ രക്തം എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സീനിൽ ഇതിങ്ങനെ കുത്തി കഴിയുമ്പോൾ പിന്നെ
മോഹൻലാലിൻ്റെ ക്ലോസപ്പാണ് വെച്ചിരിക്കുന്നത്. ആ ക്ലോസപ്പിൽ ആ സൂചി ഇറങ്ങുന്നതും ആ സൂചിയിൽ രക്തം കയറുന്നതും ആണ് പുള്ളിയുടെ മനസ്സിലുള്ള വിജയം. യോ എന്ത് ഇതിങ്ങനെ ഞാൻ ചിലപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ ഇതൊന്ന് അഭിനയിച്ച് നോക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ വട്ടമല്ല എനിക്കുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചിലർ ഈ എന്താ പറയുന്നത്, ഈ സ്ഥായി ഭാവം ഒരു സിനിമാ നടന് എങ്ങനെയാണ് അത് ഇപ്പം അഭിനയം ഒന്നിൽ ഡയലോഗ് ഒന്നുമില്ലാതെ സ്ഥായി ഭാവം കൃത്യമായി അവതരിപ്പിക്കുന്ന നടന്മാരുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി അവർക്കൊക്കെ ഒരു ഡയലോഗിൻ്റെ മറ്റു പ്രത്യേകതകളും എല്ലാം വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ഇപ്പം തിലകൻ അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നടൻ. അപ്പം ഈ ഒരു രഞ്ജിത്തിൻ്റെ ഒരു ഫിലിമില്ലേ, അതിനകത്ത് അദ്ദേഹം ഒരു ജഡ്ജിയാണ്. ആ ജഡ്ജി അച്ഛൻ വരികയാണെന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ എല്ലാവരും ഉണ്ട്. ആ ഇതിൽ തിലകൻ വന്ന് ഇറങ്ങുന്നു, കാറ് തുറന്ന്, പിന്നെ ഇവിടെ നിന്നാണ് ആ ക്യാമറ വരുന്നത്. അദ്ദേഹം ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുന്നൊരു ആ ഒരൊറ്റ സീനിൽ തന്നെ ഒരു ജഡ്ജി എന്ന് പറയുന്ന ഒരാൾക്ക് സമൂഹവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവാറില്ല. അവർ നിയമങ്ങളുടെ ഒരു കാർക്കശ്യതയിൽ മാത്രം ജീവിക്കും. സത്യം, കുറച്ച് കള്ളം എന്നുള്ള അതിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നീതി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു റിജിഡിറ്റി ഉണ്ട്. ആ റിജിഡിറ്റി മനസ്സിന് മാത്രമല്ല, ശരീരത്തിലും ചേഷ്ടകളിലും നോട്ടത്തിലും എല്ലാത്തിലും വരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ. ഇങ്ങനെയുള്ളത് ഈ തിരിച്ചും മറിച്ചും നോക്കുക, ഇതെല്ലാം ആസ്വദിക്കാന്നുള്ളത്. സിനിമ പല രീതിയിൽ ആസ്വദിക്കും. പ്രത്യേകിച്ച് അഭിനേതാക്കളുടെ നർത്തകി എങ്ങനെ അത് ആസ്വദിക്കുന്ന അതിനകത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ സിനിമ ഒരുപാട് എല്ലാ തരം പ്രേക്ഷകരെയും സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. പണ്ടൊരിക്കൽ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ സൂര്യയിൽ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു പ്രകടനം കണ്ടു. അപ്പോൾ ഇതെൻ്റെ അനുഭവമാണ്. അതൊരു ആരെയും എന്താ പറയുന്ന അതൊരു മോശത്തരമല്ല, അതായത് ഒബ്സർവേഷൻ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പത്മ സുബ്രഹ്മണ്യം ഇങ്ങനെ നിന്നിട്ട് ബാലസ്ഥാവൽ ക്രീഡാസക അങ്ങനെ എന്തോ ആണ്. അതിനകത്ത് പെട്ടെന്നൊരു കൊച്ചുകുട്ടിയാണ്. ആ കൊച്ചുകുട്ടി എന്ന് പറയുന്നത് അഭിനയത്തിലൂടെ മാത്രമല്ല, ആ നർത്തകി അതും അന്ന് യൗവനത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന പതുവൊക്കെ ഒരു നിമിഷം കൊണ്ട് ഒരു കുഞ്ഞാവുകയും ആ കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത മാത്രമല്ല, നിഷ്കളങ്കമായ ഒരു ഇടപെടലുണ്ടല്ലോ, ഒരു ബോഡി ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ ഇങ്ങനെ വരികയാണ്. അത് എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മദ്രാസിൽ പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉള്ളൂ ഞാൻ അപ്പോൾ അവിടെ നിന്ന് രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഇങ്ങനെ സാവിത്രിയുടെ ഒരു സിനിമയാണ്. അപ്പോൾ ഞാനെല്ലാം പഴയ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്, അത് ഇങ്ങനെ പോയി കാണും. അപ്പോൾ ഇതിനകത്ത് സാവിത്രി ബുദ്ധി അധികം വികസിച്ചിട്ടില്ലാത്ത, അതായത് നിഷ്കളങ്കത ഉള്ള ഒരു ക്യാരക്ടറാണ്. അതിനകത്ത് കാണാൻ ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അതിനകത്ത് ഞാനിങ്ങനെ ഓർത്തെടുത്തപ്പോഴാണ് എനിക്കിത് അയ്യോ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഇതാണ്. ഞാനും അത്തരത്തിൽ വിവരണം ചെയ്തിട്ടുണ്ട്. വിധിക്ക് ഓർമ്മയുണ്ടോ, അതായത് ദേവിയുടെ ഒരു സങ്കല്പം, ഇതും ഒരു നമുക്കൊരു പ്രൊഫഷണൽസ് എന്നുള്ള നിലയിൽ നമുക്ക് ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കിട്ടും. അതിനകത്ത് സരസ്വതി എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു പ്രാർത്ഥന രീതിയല്ല അവതരണത്തിനുള്ളത്. അപ്പോൾ ഞാൻ അതിനകത്ത് എടുത്തത് കാളിദാസൻ്റെ ഒരു പ്രൊഡക്ഷനായിരുന്നു. അതിനകത്ത് ദേവി, അതായത് വാക്കുകളുടെ ദേവി, തികച്ചും മന്ദബുദ്ധിയായ ഒരു സാധാരണക്കാരനെ അനുഗ്രഹിക്കുന്നതും അദ്ദേഹത്തിന് ആ ഒരു വാക്പടുത്വം ഉണ്ടാകുന്നതുമൊക്കെയാണ് അതിനകത്ത് എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ശിവാജി ഗണേശനാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമുണ്ട്, ഓർമ്മയുണ്ട് അതിനകത്ത് ആ ഒരു സമസ്യയല്ല, ഒരു കോമ്പറ്റീഷൻ രാജ്ഞി വയ്ക്കുകയും. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു വലിയ ജ്ഞാനിയായിട്ട് വേഷം കെട്ടി അവിടെ കൊണ്ടുപോകുമ്പോൾ രാജ്ഞി, എനിക്ക് തോന്നുന്നു ഷൗക്കാർ ജാനകിയാണ് അതിനകത്ത്. ഷൗക്കാർ ജാനകി ഇദ്ദേഹത്തിനെ കണ്ടെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. ശരി, അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഒന്നാണ്. അപ്പം ഇദ്ദേഹം ആലോചിക്കുകയാണ്, അടേ
ഇതെന്നെ ഇവ ഒന്ന് ചൊല്ലിയിരിക്കാനാ ശരി, ഒന്ന് കുറയ്ക്കണ്ട ശരി അവർ അയ്യോ ദ്വൈതം അദ്വൈതം എന്നുള്ള അദ്ദേഹം ഒരു എന്ന് പറഞ്ഞ പോലെ അതിനകത്തൊരു സർക്കാസമുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഒബ്സർവേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ്. അപ്പം സിനിമ ഏതൊരാളെ പോലെയും ഞാനും വളരെ ആസ്വദിക്കും. എല്ലാവരും ഒരേ സിനിമ തന്നെയാണ് കാണുന്നത്, എന്ത് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും അല്ലേ, ഓരോ കലാകാരിയും എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതാണ്ട് അവസാനത്തിലേക്ക് അടുക്കുന്നു. ഒരു ക്വിക്ക് ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് അതെ നമുക്ക് നിർത്താം. അതായത് ഈ അടുത്ത് വന്ന ഒരു പത്രത്തിൽ ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പത്രത്തിൽ സർവേയിൽ ടോപ്പ് 5 നോൺ എസെൻഷ്യൽ സർവീസസ് അതിൽ നമ്പർ 1 ആർട്ടിസ്റ്റ്. അതായത് ഒരു സൊസൈറ്റിയുടെ ഒരു നോൺ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആധികാരികമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പഠനമൊന്നുമല്ല, ഒരു സർവേ മാത്രമാണ്. ഹൗ എസെൻഷ്യൽ ഇസ് ആർട്ട് ടു ദ സൊസൈറ്റി, എസ്പെഷ്യലി ക്ലാസിക്കൽ ആർട്ട്? ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ക്ലാസിക്കൽ ആർട്ടെന്ന് തരംതിരിക്കണം എന്നില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ കലാകാരൻ ഏത് ഭാഷയിലൂടെ ഏത് മാധ്യമമാണെങ്കിലും കലാകാരൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അത് ഗ്ലോബലി അത് തന്നെയാണ്. കാരണം കലാകാരൻ്റെ വെന്യൂ അങ്ങനെയുള്ള, കാരണം സാധാരണ ഒരു രീതിയിൽ രൂപീകരിക്കപ്പെട്ടവനല്ല കലാകാരൻ. അവിടെ ഒരുപാട് സെൽഫ് സാക്രിഫൈസ് ഉണ്ട്, പല രീതിയിലുള്ളതുണ്ട്. പിന്നെ ഒന്നും ഇപ്പോൾ ഒരു സീസൺ ജോബിൽ ചെയ്യുന്ന പോലെയല്ല. കാരണം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബൈ ദ വേ ആക്സിഡൻ്റലായിട്ട് വരികയും അതിലുള്ള സാറ്റിസ്ഫാക്ഷനുമൊക്കെയാണ്. ഇതൊരു ലാർജർ ക്ലാസ് ഇത് ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും അത് എസെൻഷ്യൽ അല്ല എന്നുള്ള ഒരു കാര്യം. അതായത് ഒരു കല എന്ന് പറയുന്നത് അധികം വന്ന ചോറെന്ന് സുനിൽ പീളയിടം അതെ അല്ല, അതിൽ സത്യം തന്നെ നിരാകരിക്കാനൊന്നുമില്ല. ഒരു വിശപ്പും പട്ടിണിയുള്ളവൻ്റെയും ഒരു അവശ്യ ഘടകമല്ല കല. പക്ഷേ നമ്മൾ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പം ഓക്സിജനാണ് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ മാത്രം പോരല്ലോ, അപ്പോൾ നമുക്ക് ഒരു ഭക്ഷണം വേണം. അപ്പോൾ ഇത് രണ്ടും വളരെ ആവശ്യമാണ്. പക്ഷേ എന്നാൽ ഇങ്ങനെ തന്നെ നമുക്ക് ഓക്സിജനും ഭക്ഷണവും മാത്രം മതി. വിദ്യച്ചിരിക്കുന്നത് ഞാൻ ക്ലാസ്സിൽ പറയുന്ന പോലെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് വസ്ത്രം വേണം. അപ്പോൾ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ മരവുരി അതല്ല. അപ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടും. മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ, മനുഷ്യൻ്റെ ആസ്വാദ്യത എല്ലാം വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മുടെ ഒരു പഴയ കാല മനുഷ്യർ ജീവിച്ചിരുന്ന പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല, നമ്മളുടെ ടേസ്റ്റുകൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മനുഷ്യൻ. ഭാഷ വന്നപ്പോൾ മലയാള ഭാഷ എടുത്താൽ മലയാള ഭാഷയിൽ ആദ്യം ഒരു രാമചരിതം വന്നു, മൂന്നാമത് വരുന്നത് മണിപ്രവാള സാഹിത്യം കഴിഞ്ഞ് വരുന്നത് ആട്ടക്കഥാ സാഹിത്യമാണ്. എന്തുകൊണ്ടാണ്? അതായത് മനുഷ്യൻ നമ്മുടെ ഒരു ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി ഉണ്ടായി കഴിഞ്ഞ ശേഷം മലയാളിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ കാവ്യബോധത്തിലുണ്ടായിട്ടുള്ള അഭിനയകലയെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ ഞാനൊരു ചെറിയ ചോദ്യത്തിന് വലിയ ഉത്തരം പറഞ്ഞതല്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആർട്ട് ഒരിക്കലും ഒരു ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു ആവശ്യമല്ല. എന്നാൽ മനുഷ്യനെ ജീവിക്കാനും ഒരു സാംസ്കാരികമായി അയാൾ ജീവിക്കുന്നു എന്ന് തോന്നിപ്പിക്കാനും ആവശ്യം വേണ്ട ഒന്നിൽ ഏറ്റവും പ്രഥമമായി നിൽക്കുന്ന ഒന്നാണ് കല. ഈ ഒരു നല്ല ചിന്തയോടുകൂടി നമുക്ക് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. ക്ലാസ്സിൽ ടീച്ചറിൻ്റെ മുന്നിൽ ടീച്ചറിൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഞങ്ങൾ സംസാരിക്കുന്ന ആദ്യമാണ്. ഭാരത് ഭവന് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇങ്ങനെ ഒരു അവസരത്തിന്. പിന്നെ മോഹിനിയാട്ടം എന്നുള്ളൊരു കലയിലൂടെ മാത്രം, അതായത് മറ്റ് മാധ്യമങ്ങളുടെ സപ്പോർട്ടില്ലാതെ മോഹിനിയാട്ടത്തിലൂടെ മാത്രം സാംസ്കാരിക കേരളത്തിൽ തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ടീച്ചർ. ഇത്രയും സമയം
തൻ്റെ എക്സ്പീരിയൻസ് ഏറ്റവും ഹമ്പിളാണ് എന്ന് പറയാൻ. എന്ത് ചോദിച്ചാലും ഇത് പറയാൻ ഞാൻ ആളല്ല, എൻ്റെ എളിയ ഇതാണെങ്കിലും എന്നാണ് ടീച്ചർ എപ്പോഴും പറയാറ്. അതിപ്പോൾ നമ്മൾ അല്ലാതെ ചോദിച്ചാൽ തന്നെ ടീച്ചർ അങ്ങനെയാണ്, എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ എളിയ ബുദ്ധിയിൽ ഇങ്ങനെയാണ് തോന്നുന്നതെന്ന്. അതാണ് ടീച്ചറിൻ്റെ ഏറ്റവും വലിയ വലിപ്പമായിട്ട് ഞാൻ കാണുന്നത്. ഒത്തിരി സന്തോഷം, സ്നേഹം ഭാരത് ഭവൻ്റെ പേരിലും സാംസ്കാരിക വകുപ്പിൻ്റെ പേരിലും എൻ്റെ ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധിച്ച എല്ലാ സഹൃദയർക്കും, മറ്റ് കൂട്ടുകാർക്കും, കലാസ്വാദകർക്കും, സർവോപരി എന്നെ വഴിതെളിച്ച എൻ്റെ ഗുരുനാഥന്മാർക്കും എല്ലാം, ഗുരുനാഥന്മാരോടുള്ളത് എൻ്റെ സ്നേഹവും കടപ്പാടും ഞാനാക്കി നിർത്തിയ ഒരു അനുഗ്രഹവുമാണ്. അത് സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഭാരത് ഭവന്, പ്രമോദ് പയ്യന്നൂരിന്, നമ്മുടെ സാംസ്കാരിക വകുപ്പിന്, ഇവിടെയുള്ള എല്ലാ വളരെ ഊഷ്മളമായ ഒരു ക്രൂവിന് എല്ലാവരോടും നന്ദി. വിദ്യയോടും